പ്രൈസ് ദി ലോർഡ്. കർത്താവ് പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് പങ്കുവെടുക്കുവാൻ എന്നോട് ഹല്ലേലൂയ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വചനം ആദ്യമായി ഹല്ലേലൂയ ആരെയും വായിച്ചിന് സഹായിക്കണം. ഹോശയ്യയുടെ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെ. വരുവീൻ, നാം യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവന്റെ മുൻപാകെ ജീവിക്കുകയും ചെയ്യും. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയുവാൻ നാം ഉത്സാഹിക്കാം. അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. എഫ്രീമേ, ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു? യഹൂദായെ, ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു? നിങ്ങളുടെ വാത്സല്യം പ്രഭാതമേഘം പോലെയും പുലർച്ചയ്ക്ക് നീങ്ങി പോകുന്ന മഞ്ഞ് പോലെയും ഇരിക്കുന്നു. അത് മതി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് ഒരു ഇൻവിറ്റേഷൻ ദൈവസഭയ്ക്ക് വേണ്ടി കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അവന്റെ അടുക്കലേക്ക് വരാൻ. ഹല്ലേലൂയ. എന്താ സിസ്റ്ററെ, ഞങ്ങൾ അടുത്തല്ലേ ഇരിക്കുന്നേ? ഹല്ലേലൂയ. ഉപവാസമായിട്ട് ഇരിക്കുക ഇത്രയും ദിവസം, ഇനി എന്തുവാ? ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ശരീരം കൊണ്ട് ഹല്ലേലൂയ ദൈവസന്നിധാനത്തിലെ ശബ്ദത്തിന് മുമ്പിൽ ഇരിക്കുന്ന കാര്യമല്ല പരിശുദ്ധാത്മാവ് പറയുന്നത്. ഇവിടെ അടുത്തേക്ക് വരിക. There is something progressive. ഹല്ലേലൂയ. ഒന്നിനു പുറകെ ഒന്ന് ചെയ്തെടുത്ത് അവന്റെ മുൻപില് ജീവനുള്ളതായി നിൽക്കുവാൻ ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഹല്ലേലൂയ, ആമേൻ. എഫ്രൈമേ, ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുകയാണ്. ഹല്ലേലൂയ. ഓരോരുത്തരുടെയും ആവശ്യം അനുസരിച്ചാണ് കർത്താവ് ചെയ്യാൻ പോകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ് അവന്റെ അടുക്കലേക്ക്. ഹല്ലേലൂയ. അവനാണ് മുറിവേൽപ്പിച്ചിരിക്കുന്നത്. ചിലതൊക്കെ ദൈവം ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ ദൈവജനത്തെയും ദേശത്തെയും രാജ്യത്തെയും ദൈവത്തിന്റെ അടുക്കലേക്ക് വരുവാൻ ദൈവം ചിലതൊക്കെ ചെയ്തിരിക്കുകയാണ്. അതിന്റെ മുൻപിൽ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ ഇതും കൊണ്ട് അവസാനിപ്പാനല്ല, ഇത് അവസാനമല്ല, അവസാനത്തിന്റെ ആരംഭമാണ്. അതിന് മുൻപേ ദൈവസഭയെ വളർത്തി ഹല്ലേലൂയ ഉണർത്തുവാൻ, റെഡിയാകുവാൻ, ഒരു പുറപ്പാടിന് വേണ്ടി അരകെട്ടുവാൻ, വിളക്ക് കത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുകയാണ്. മുറിവ് കെട്ടുക മാത്രമല്ല, ഹല്ലേലൂയ മുറിവ് കെട്ടിയിട്ട് ഹല്ലേലൂയ പിന്നെ അടുത്തത് പറയുന്നത് എന്താണ്? മുറിവ് കെട്ടും, പിന്നെ എന്തെടുക്കും? ജീവിപ്പിക്കും. ഹല്ലേലൂയ, ജീവിപ്പിക്കും. ഹല്ലേലൂയ, ജീവൻ. ആമേൻ, ഹല്ലേലൂയ. പലതും കൊണ്ട് മുറിവ് അനുഭവിച്ച അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് കാണിക്കുന്നത്. എങ്കിലോ ആമേൻ വൂണ്ടഡായിട്ടുള്ള സോൾജേഴ്സിനെ ദൈവത്തെ ഹല്ലേലൂയ യുദ്ധക്കളത്തില് ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ യോദ്ധാവായി കൊള്ളാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങൾ വേർതിരിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ യോദ്ധാക്കളായിരിക്കുന്ന ദൈവജനത്തെ ഹല്ലേലൂയ മുറിവുകളെല്ലാം കെട്ടുവാൻ, ജീവൻ പകരുവാൻ, ജീവൻ പകരുക മാത്രമല്ല 3-ാം ദിവസത്തിൽ ഹല്ലേലൂയ അവന്റെ മുൻപില് ജീവനുള്ളതായി നിർത്താനാണ് താല്പര്യം. This is a process he wants to do it. Hallelujah. Amen. Hallelujah. നമ്മൾ ജീവൻ പ്രാപിക്കാത്തത് ഹല്ലേലൂയ മറ്റുള്ളവരെ ജീവൻ പ്രാപിപ്പിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ആമേൻ. ഇന്നലത്തേതും കൊണ്ട് ഇന്നും ജീവിക്കാൻ ഒക്കത്തില്ല. ഇന്നത്തെ പ്രശ്നങ്ങൾക്ക്, ഇന്നത്തെ കാലഘട്ടങ്ങൾക്ക് ആവശ്യമായത് അന്നത്തേക്ക് തരുവാൻ ദൈവം ഹല്ലേലൂയ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ.
It is a progressive, hallelujah, amen, changes, transformation. ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, ഹല്ലേലൂയ, അതിനുവേണ്ടി ദൈവജനത്തെ കൂട്ടുമ്പോൾ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, the future of your family, the future of the church, the future of the nation India, hallelujah, the nations, it depends on the intercessors. ദൈവ സന്നിധാനത്തിൽ മുട്ടുമടക്കുന്ന, ദൈവ സന്നിധാനത്തിൽ കരയുന്ന, ദൈവ സന്നിധാനത്തിൽ നിലവിളിക്കുകയും ദൈവ ശബ്ദം കേൾക്കുന്ന ചില നീതിമാന്മാരുടെ ആശ്രയിച്ചാണ് ദേശത്തിന്റെ വിടുതല. അബ്രഹാം ദൈവ സന്നിധാനത്തിൽ നിന്നപ്പോൾ ദേശത്തിന്റെ വിടുതലിന് വേണ്ടി ദൈവത്തോട് ചോദിച്ചത്, ആമേൻ, 50 നീതിമാന്മാരുണ്ടെങ്കിൽ ദേശത്തെ വിടുവിക്കുമോ എന്നാണ്. ഈ ദിവസങ്ങളിലും ഹല്ലേലൂയ ദേശത്തിന്റെ വിടുതല, ഹല്ലേലൂയ, ആമേൻ, it depends on, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിലെ, ഹല്ലേലൂയ, നീതിയായ the right standing with the Lord, ഹല്ലേലൂയ. അതിനായി കർത്താവ്, ഹല്ലേലൂയ, ആമേൻ, പാപം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, അവൻ ഏറ്റുപറയുന്നവനാണ് ഭാഗ്യവാൻ. ഈ ദിവസങ്ങളിൽ ദൈവ സന്നിധാനത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, there is a season of refreshing. ഒന്ന് വായിക്കാമോ? ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, പത്രോസ് പെന്തിക്കോസ് നാളില് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ എഴുന്നേറ്റ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, പറഞ്ഞ വാക്യങ്ങളിലേക്ക് ഞാൻ കൊണ്ടുപോകാൻ, ഹല്ലേലൂയ, വായിക്കുവാൻ, ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, അപ്പോസ്തലപ്രവൃത്തി വായിച്ചാട്ടെ. Can you please repeat the word? Acts chapter 3:19. ആദ്യാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിന്റെ സമുഖത്ത് നിന്ന് ആശ്വാസ കാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. Praise the Lord. Hallelujah. There is a season of refreshing. Hallelujah. ഇതുകൊണ്ട്, ഹല്ലേലൂയ, അന്ത്യകാലം വന്നങ്ങ് തീരല്ല. I do believe that. ഹല്ലേലൂയ. ദൈവത്തിന്റെ, ഹല്ലേലൂയ, യേശു, ഹല്ലേലൂയ, തന്റെ സഭയെ ചേർക്കാൻ വരുന്നതിന് മുൻപേ, ഹല്ലേലൂയ, ഇപ്പോൾ വന്നാല്, ഹല്ലേലൂയ, പലരും കാണുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് സഭയെ ഒരുക്കിക്കൊണ്ട് he sanctifying the saints. ഈ കഷ്ടതകളും ദുരിതങ്ങളും രോഗങ്ങളും ബാധയും ഒക്കെയും, ഹല്ലേലൂയ, ദൈവജനത്തിന്റെ പുറപ്പാടിന്റെ സമയങ്ങളാണ്. ഉദരജാരക സംരക്ഷസാരക ഓരോ ബാധകളും, ഹല്ലേലൂയ, ഇസ്രായേലത്തേക്ക് നോക്കിയാല് നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഇസ്രായേലത്തിന്റെ പുറപ്പാടിന്റെ നാളുകളില് ദൈവം അതാ, ഹല്ലേലൂയ, യോസഫിനെ അറിയാത്ത ഒരു ഫറവോനെ എഴുന്നേൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ, അതുകൊണ്ട്, ഹല്ലേലൂയ, ഓ ഇസ്രായേൽ ജനം പെരുത്തു വരുന്നു, അവര് വർദ്ധിച്ചു വരുന്നു. അവരെ ഇല്ലാതാക്കുവാൻ യോസഫിനെ അറിയാത്ത ഒരു ഫറവോൻ എഴുന്നേറ്റതുപോലെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഈ സമയത്താണ്, ആമേൻ, ഹല്ലേലൂയ, നമുക്കറിയാം മോശ കുഞ്ഞുണ്ടാകുന്നത്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ആ സമയത്ത്, ഹല്ലേലൂയ, വാഗ്ദത്തങ്ങളും സമയങ്ങളും കാലങ്ങളും ഓർത്ത, ഹല്ലേലൂയ, ആമേൻ, ജോക്കബേദ്, ആമേൻ, അബ്രഹാമും, ഹല്ലേലൂയ, മോശയുടെ മാതാപിതാക്കളുണ്ടല്ലോ. ഹല്ലേലൂയ, ഉദരജാരക സന്തര ജൂതരക്ഷസാരക 4ാം തലമുറയിൽ നിന്ന് ഒരു ഉദ്ധാരണം വരുമെന്ന്, ഹല്ലേലൂയ, അറിയാവുന്ന, ഹല്ലേലൂയ, മാതാപിതാക്കൾ വിശ്വാസത്താൽ, ഹല്ലേലൂയ, ഓ രാജാവിന്റെ കൽപ്പന, ഹല്ലേലൂയ, ഓ വകവെക്കാതെ അത് 3 മാസക്കാലം ഒളിപ്പിച്ചു വെച്ചു. ഹല്ലേലൂയ, എങ്കിലോ, ഹല്ലേലൂയ, 3 മാസം കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, അത് അവർക്ക്, ഹല്ലേലൂയ, അവർക്ക് ഇനി ഒളിപ്പിക്കാനൊക്കത്തില്ല. ഹല്ലേലൂയ, കുഞ്ഞു വളരുന്നു, ഇനി അതിനകത്ത് ഇരിക്കത്തില്ല. ഹല്ലേലൂയ, ഈ സമയത്താണ്, ഹല്ലേലൂയ, there are limitations.
ആമേൻ വാക്സിനേഷൻ ഒക്കെ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ എല്ലാം ഒന്ന് കുറഞ്ഞെന്നൊക്കെ ഓർത്തിരിക്കുമ്പോഴാ ആൻഡ്ര അടുത്ത ഹല്ലേലൂയ ആമേൻ എന്താണെന്നറിയാമോ? ഹല്ലേലൂയ വേണ്ടുന്നവളം നമ്മൾ ആകേണ്ട പോലെ ആയില്ല. ദൈവം ചിലതൊക്കെ അനുവദിച്ചിട്ടും ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഇപ്പോഴും നമ്മുടെ നിയന്ത്രിച്ച് നമ്മുടെ കൺട്രോളിന് ഹല്ലേലൂയ നിർത്തിയിരിക്കുകയാണ് ദൈവം. ഹല്ലേലൂയ God is taking all our control. ദൈവത്തിനാണ് God സർവത്തെ ഭരിക്കുന്ന ഒരു ദൈവമാണെന്ന് ലോകം അറിയേണ്ടതിന് അത് മാത്രമല്ല ഹല്ലേലൂയ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ ഒരുവനെ കഴിയുകയുള്ളൂ. അത് യേശുവിന്റെ നാമത്തിന് മാത്രമേ ഉള്ളത് ജാതികൾ അറിയേണ്ടതിന്. ഹല്ലേലൂയ ദൈവം ചിലതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നമുക്കറിയാം. ഹല്ലേലൂയ ആ കാലം കഴിഞ്ഞപ്പോൾ മോശ പിന്നെ ഹല്ലേലൂയ ആമേൻ മോശയെ വിടുവിക്കാൻ ദൈവം തന്നെ പദ്ധതി ഉണ്ടാക്കി. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഒരിക്കലും ഓർത്തില്ല, മോശയുടെ മാതാപിതാക്കൾ ഓർത്തില്ല, ആമേൻ നോക്കി നിന്ന സഹോദരിയും ഓർത്തില്ല. ഹല്ലേലൂയ എന്ത് ഭാവിക്കുമെന്ന് ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ കോവിഡ് എത്രത്തോളം വരും, ആർക്കെല്ലാം വരും, ആരെല്ലാമാണ് മരിക്കുന്നത്, എല്ലാം ലിസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് പരിശുദ്ധാത്മാവ് പറയുകയാണ് ഹല്ലേലൂയ ഒരു കോവിഡിനെ എല്ലാ കോവിഡിനെയും ഹല്ലേലൂയ ഇല്ലാതാക്കുന്ന ദൈവശക്തി അത്രേ ഈ നാളുകളിൽ ദൈവസഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത്. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഇത് പറയാൻ കാരണമുണ്ട്. ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദരനും ഹല്ലേലൂയ കഴിഞ്ഞ വർഷക്കാലം ഹല്ലേലൂയ പിന്നെ എൻ്റെ സഹോദരനും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അത് കഴിഞ്ഞ് ഹല്ലേലൂയ ശവടക്കം കഴിഞ്ഞിട്ട് ഞാൻ മടങ്ങി വരികയായിരുന്നു. ഹല്ലേലൂയ ആ സമയത്ത് സർവ്വതും ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ട പോലെ ഞാൻ സ്നേഹിച്ചതും എനിക്കെന്ന് പറയുന്നതും സർവ്വതും ഹല്ലേലൂയ അവസാനമായി പോകുമ്പോൾ ആ വീട് അടഞ്ഞു കിടക്കുകയാണ്. അനേക ദൈവമക്കൾ വന്നും പോയിക്കൊണ്ടിരുന്ന ആരാധിച്ച സഭ ഹല്ലേലൂയ ഭവനം ഹല്ലേലൂയ പ്രാർത്ഥന നിന്നു പോകാതെ ഹല്ലേലൂയ കിടന്ന ഭവനം ഹല്ലേലൂയ അടഞ്ഞു. ഹല്ലേലൂയ ശത്രു ഹല്ലേലൂയ അത് അടച്ചതുപോലെ എനിക്ക് തോന്നി. ഹല്ലേലൂയ അന്താ ജൂതാചാരക സന്തരക്ഷസാരക എങ്കിലോ പരിശുദ്ധാത്മാവ് എന്നോട് ഹല്ലേലൂയ അത് കഴിഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ കൊച്ചിന്ന് ഹല്ലേലൂയ തിരിച്ചു മടങ്ങി വരുവാൻ ആമേൻ ഹല്ലേലൂയ പ്ലെയിനിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അന്തര ജൂതയാരക സന്തരക്ഷസാരക ഒരു തലമുറ വരെ നിന്നു പോകുന്ന അല്ല. ഹല്ലേലൂയ ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. നിന്റെ നാവിലുള്ള എന്റെ വചനവും നിന്റെ നാവിലുള്ള എന്റെ ആത്മാവും അത് ഹല്ലേലൂയ നിന്റെ വായിൽ നിന്ന് മാത്രമല്ല നിന്റെ തലമുറയുടെയും തലമുറയുടെ നാവിൽ നിന്ന് വിട്ടു മാറുകയില്ലെന്ന് പറഞ്ഞ ദൈവം. ഹല്ലേലൂയ അന്താചാരക സന്ദരേ ജൂതരക്ഷസാരക ആമേൻ ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ വിശ്വസ്തത. ഹല്ലേലൂയ കർത്താവ് പറയാൻ തുടങ്ങി, എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ അന്തേ ജൂതാചാരക സന്തരക്ഷസാരക ആമേൻ ഹല്ലേലൂയ നിനക്ക് ആവശ്യമായിരിക്കുന്നത് ഹല്ലേലൂയ ദൈവശക്തിയാണ്, പരിശുദ്ധാത്മാവ് മാത്രം. ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചാൽ മാത്രമല്ല അതിനോട് കൂടെ ദൈവശക്തി. ഹല്ലേലൂയ ഏത് ശക്തിയാണെന്നറിയാവോ? റോമർ 8:11 പറയുന്ന പോലെ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തില് നമ്മുടെ ജീവിതത്തില് ഹല്ലേലൂയ നമ്മുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുന്ന ദൈവശക്തി ഉണ്ടല്ലോ. ഹല്ലേലൂയ മരിച്ചുയർപ്പിന്റെ ശക്തി. ഹല്ലേലൂയ അന്താ ജൂതരക്ഷസാരക ഈ ദിവസങ്ങളിൽ ഉപവസിക്കുന്നത് എന്തിനാണെന്നറിയാവോ? ആമേൻ ഹല്ലേലൂയ കോവിഡ് മാറാനല്ല, COVID-19 അല്ലെന്ന ബാധ ഇല്ല പലമായ പ്രശ്നങ്ങൾ മാറാനല്ല, അതിനെ അതിജീവിച്ച് ജീവിക്കുന്ന ഹല്ലേലൂയ ഒരു ദൈവശക്തി. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ യേശുവിനെ ക്രൂശിച്ച് മരിച്ചടക്കപ്പെട്ട ക്രിസ്തുവിനെ ഹല്ലേലൂയ ആ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ച ദൈവശക്തിയുടെ കാര്യമാണ് പരിശുദ്ധ
പരിശുദ്ധാത്മാവ് പറയുന്നത്. ഈ ദിവസങ്ങളിൽ അത് ക്രിസ്തു മരിച്ചത് നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി, നമ്മുടെ പാപത്തിന് വേണ്ടി, നമ്മുടെ രോഗത്തിന് വേണ്ടി. എങ്കിലോ ഈ ദിവസങ്ങളിൽ ആ ഉയർപ്പിന്റെ ശക്തി, ഹല്ലേലൂയ, അന്തരജൂതരയാരക സന്തരക്ഷസാരക, ആമേൻ, ഹല്ലേലൂയ, അതിന്റെ ശബ്ദത്തിനകത്ത് വ്യാപരിക്കണം, നിന്റെ പ്രാർത്ഥനയിൽ വ്യാപരിക്കണം, നിന്റെ പോക്കിലും വരവിലും ഹല്ലേലൂയ വ്യാപരിക്കണം. ഹല്ലേലൂയ. അതാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഓക്കെ, ഹല്ലേലൂയ. അത് പണ്ട് മുതലേ, കൊച്ചിലേ മുതലേ കേട്ടിട്ടുള്ളതായോണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ദൈവശക്തി കണ്ടിട്ടുള്ളതാ. അതിനുള്ള ഭാഗ്യം ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ചിന്നമാമയൊക്കെ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, അവരൊക്കെ ഞാൻ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ ഭൂതങ്ങൾ അലറി ഹല്ലേലൂയ ഉരുണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഗേറ്റിങ്കൽ വരുമ്പോൾ ദൈവജനം ഹല്ലേലൂയ അഭിഷേകം പ്രാപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഉദാചാരൊക്കെ കാണാൻ നമുക്ക് വലിയ രസമാണ് അല്ലേ? നമ്മൾ ആരാധനയ്ക്ക് വന്നും പലതും കാണാൻ, ഹല്ലേലൂയ. കാരണം പ്രാർത്ഥിച്ച് ഉപവസിച്ച് കൊണ്ടുവരുന്ന ശുശ്രൂഷന്മാര്, ഹല്ലേലൂയ, അവരിൽ നിന്ന് ദൈവശക്തി വരുന്നത് കാണാൻ ഇസ് ഈസി. ഹല്ലേലൂയ. എന്ത് രസമാണെന്നറിയോ? അയ്യോ, എന്ത് വിടുതലാ നടന്നെന്നറിയാവോ? ഹല്ലേലൂയ. ഞാനും അത് പറഞ്ഞു കേട്ടോ. അയ്യോ അപ്പയും അമ്മയും, അയ്യോ അവിടെ വരുമ്പോ എന്ത് ഭൂതങ്ങളാ വരുന്നത്, എന്ത് പേരാ വിടുവിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. എനിക്കും കാണാൻ നല്ല സുഖമായിരുന്നു കേട്ടോ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇപ്പോഴും അത് മാറിയിട്ടില്ല. ഇപ്പോഴും അങ്ങനെ ഈസി മെത്തേഡാണ് ആഗ്രഹിക്കുന്നത്. എങ്കിൽ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ കാണുന്ന ഒരു കാലമുണ്ട്. എന്നാലോ ഹല്ലേലൂയ നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു കാലമുണ്ട്. ഉദരജാരക സന്തരക്ഷസാരക, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ആ സമയത്ത് ഞാൻ പല വിധത്തില് മുറിവേറ്റവളായിട്ട്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഏകാന്തതയുടെ അനുഭവത്തിലായിരുന്നു. ഹല്ലേലൂയ. ആ സമയത്ത് ഇവിടെ വന്നു, ഹല്ലേലൂയ, തിരിച്ചു മടങ്ങി വന്നു. ഹല്ലേലൂയ. നിന്നെ ഞാൻ ദേശങ്ങളെല്ലാം അയക്കാൻ പോവുകയാണ്. എന്റെ മകനോടും പറഞ്ഞു, ഹല്ലേലൂയ, ഒരു പെട്ടി മേടിച്ചു വെക്കണേ. ഹല്ലേലൂയ. ഓ ആമേൻ, ഹല്ലേലൂയ. കാരണം ഞാൻ പോകാൻ പോവുകയാണ്, ദൈവം എന്നെ അയക്കാൻ പോവുകയാണ്. കർത്താവിന്റെ ഹല്ലേലൂയ ചിന്തകളല്ല നമ്മുടെ ചിന്തകൾ. ഹല്ലേലൂയ. അന്നേരം ഞാൻ ഓർക്കുന്നുണ്ട്, സഹോദരി, ഹല്ലേലൂയ, സ്ത്രീകളായിരിക്കുന്ന ഞങ്ങൾക്ക് എങ്ങനെയാ ഇത്ര ദേശങ്ങളിലൊക്കെ പോകുന്നത്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അത് കർത്താവ് ഒരാളായിരുന്നു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതികൾ, ആമേൻ, നീ ക്വസ്റ്റ്യൻ ചെയ്യരുത് കേട്ടോ. ദൈവത്തിന്റെ വഴികൾ വിട്ടുകൊണ്ട്, ചാലല വിട്ടുകൊണ്ട്, ഹല്ലേലൂയ, നീ ഈ ദിവസങ്ങൾ ആവേശമായിരിക്കുന്നത് ദൈവ ശക്തി നിന്റെ മേൽ വരുവാൻ, ഹല്ലേലൂയ, അനുവദിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. അനുവദിക്കാതെ ഒരു രക്ഷയുമില്ല. ഹല്ലേലൂയ, ആമേൻ. മറിയോട് കൃപ ലഭിച്ചവളെ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. നിന്നിൽ നിന്ന്, ഹല്ലേലൂയ, ഒരു പ്രജ, ഹല്ലേലൂയ, ഉത്ഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ആമേൻ. അവൻ യേശു എന്ന് വിളിക്കും. ഹല്ലേലൂയ, ആമേൻ. രാജ്യത്വം അവനാണ്, എല്ലാം പറഞ്ഞു ദൂതന്മാര്. പക്ഷേ മേരിക്കൊരു സംശയം. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, കൃപ ലഭിച്ചവളെ, ദൈവം നിന്നോടുകൂടെ ഉണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ്, ഹല്ലേലൂയ, കൃപ ലഭിച്ചവരായിരിക്കുന്നവര് ദൈവസന്നിധാനത്തിൽ ഈ ദിവസങ്ങളിൽ, ഹല്ലേലൂയ, ഇരിക്കുകയാണ്. ഹല്ലേലൂയ. എങ്കിലോ കർത്താവ് പറയുന്നു, ചിലതൊക്കെ അവൻ നിന്നിൽ കൂടെ ചെയ്യുവാൻ, നിന്നിൽ കൂടെ ഉത്ഭവിക്കുവാൻ ദൈവം ഇരുത്തിയിരിക്കുന്നതാണെന്ന് മറന്നു പോകരുത്. ഇനി കുറച്ച് ദിവസങ്ങളോടുണ്ട്, 29 ദിവസങ്ങൾ, ഹല്ലേലൂയ, പകുതി കൂടുതൽ കഴിഞ്ഞു. ഹല്ലേലൂയ. ഇനിയുള്ള ദിവസങ്ങളിൽ, ആമേൻ, ഹല്ലേലൂയ, ഉദാചാര ഹബ്ദരേ ജൂതരക്ഷസാര, പരിശുദ്ധാത്മാവിന് ചിലതൊക്കെ ചെയ്തെടുക്കാനുണ്ട്. അന്നേരം മറിയക്കൊരു സംശയം, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? അവിടെ പറയുന്നത് എന്താണെന്നറിയാവോ? ഹല്ലേലൂയ, നിന്നില് ഒരു അത്യന്ത ശക്തി, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നിന്നിൽ നിഴലിടും. രണ്ട് കാര്യങ്ങളാണ്. പരിശുദ്ധാത്മാവ് നിന്നിൽ നിഴലിടും, അത്യന്ത ശക്തി നിന്നിൽ വരും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവും അത് ശക്തിയും. ഹല്ലേലൂയ, ആമേൻ. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാനമാണ്, നമുക്ക് തെറ്റുന്നതാണ്. അത് ശക്തി കിട്ടുന്നത് എങ്ങനെയാണെന്നറിയാവോ? കാത്തിരിക്കുന്നവരാണ്. ഹല്ലേലൂയ, ആമേൻ. എത്ര ബോക്സിംഗുകാരനാണേലും, എത്ര ഓട്ടക്കാരിയാണേലും, ഹല്ലേലൂയ, അവരൊക്കെ ഓടിക്കഴിയുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ. ഞാൻ PT ഉഷയുടെ കൂടെ ഒക്കെ ഓടിയ, ഹല്ലേലൂയ, കളിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ,
ആമേൻ ഹല്ലേലൂയ. എനിക്കറിയാം ഞാൻ ഹല്ലേലൂയ ആമേൻ പിന്നെ ഹല്ലേലൂയ ഹൈ ജമ്പും ഒക്കെ ഹല്ലേലൂയ കോമ്പറ്റീഷനും ഒക്കെ പോയിട്ടുള്ള ആളാണ്. ഹല്ലേലൂയ. ഞാൻ എത്ര ബോൺവിറ്റായും എൻഷൂറും ഒക്കെ കുടിച്ചാണേലോ ഹല്ലേലൂയ കുറെ കഴിയുമ്പോ വൈകിട്ടാകുമ്പോ ക്ഷീണിക്കും. ഹല്ലേലൂയ. എങ്കിലോ ഹല്ലേലൂയ അതുകൊണ്ടാണ് യെശയ്യാവ് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് 40-ാം അധ്യായത്തില്. നിങ്ങൾക്കറിയില്ല, ഒന്ന് വായിക്കാമോ? 40-28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. നിനക്കറിഞ്ഞുകൂടായോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യ ദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവന്റെ ബുദ്ധി അപ്രേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാലിക്കാർ ക്ഷീണിച്ചു തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. കേട്ടിട്ടില്ലയോ? ഹല്ലേലൂയ. ശക്തി കുറയാത്ത, ക്ഷീണിക്കാതെ ശക്തിവാനായി നിൽക്കുന്ന ഒരുവനെ ഉള്ളൂ, അത് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. സൃഷ്ടിച്ചവൻ നമ്മുടെ സൃഷ്ടിതാവ്. ആ സൃഷ്ടിയിലും ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഭൂമി പാഴും ശൂന്യമായി ഇരുന്നപ്പോൾ വെള്ളത്തിന്മേൽ ഹല്ലേലൂയ ഹല്ലേലൂയ over the water പരിശുദ്ധാത്മാവ് അന്നേരം ഹല്ലേലൂയ we created എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ക്രിയേഷൻ ഉള്ളവനാണ്. ഹല്ലേലൂയ. യേശുവിനെ ഹല്ലേലൂയ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനും ഈ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ അവന്റെ അളവെന്ന് പറയുന്നത് ഹല്ലേലൂയ ജാരക അൺലിമിറ്റഡ് ആണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മളെ ഇരുത്തിയേക്കുന്നത് എവിടാന്നറിയാവോ? ഹി സീറ്റഡ് us. കർത്താവിന്റെ കൂടെ സിംഹാസനത്തിൽ ഹല്ലേലൂയ സ്വർഗ സ്ഥലങ്ങളിലാണ് ഇരുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ കൂടാണ്, അവന്റെ കൂടെ അവന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വാഗ്ദത്തം എങ്ങനെ കിട്ടണമെന്നാ പറഞ്ഞെന്നറിയാവോ? ഹല്ലേലൂയ. യേശു പോകുന്നതിന് മുമ്പേ പറഞ്ഞു ഹല്ലേലൂയ നിങ്ങൾ കാത്തിരുന്ന ശക്തിയെ പ്രാപിക്കണം. ഹല്ലേലൂയ. ഈ വാഗ്ദത്തം നിങ്ങൾക്ക് മക്കൾക്ക് ഉണ്ടതാണെന്ന് 1:39 പറയുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 1:39 ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ എന്താണ്? അതുകൊണ്ടാണ് ലൂക്കോസ് 24 പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഹല്ലേലൂയ ഇത് പ്രാപിക്കുമ്പോൾ നിങ്ങളുടെ മേൽ വരുന്നവരെ. ഒന്ന് വായിക്കാമോ? ഹല്ലേലൂയ. ഒന്ന് വായിച്ചാട്ടെ ലൂക്കോസിന്റെ സുവിശേഷം 24:49. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുമ്പോളം നഗരത്തിൽ പാർപ്പീൻ എന്നും അവരോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ശക്തി ധരിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നപ്പം ഹല്ലേലൂയ പലതും ധരിച്ചാ ഇങ്ങോട്ട് വന്നേ. ഹല്ലേലൂയ. അതിന്റെ കാര്യമല്ല പറയുന്നത്, എല്ലാത്തിനും അപ്രഭമായി ഒരു ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ. അങ്ങനാണ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്നത്. മറിയോട് പറഞ്ഞപ്പോൾ എന്താണെന്നറിയാം? അസാധ്യങ്ങളെ സാധ്യമാക്കുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് വരും, അവന്റെ ശക്തി നിഴലിൽ ഹല്ലേലൂയ നിന്റെ മേൽ വരും. അങ്ങനാണ് ഹല്ലേലൂയ ഉത്ഭവിക്കാൻ പോകുന്നത്. ആമേൻ. എങ്കില് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ആമേൻ. ഒരു നിറവിന്റെ കൂടെ, പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ കൂടെ ഒരു ശക്തിയും ആവശ്യമാണ്. ഹല്ലേലൂയ. അത് കാത്തിരുന്ന പരിശുദ്ധാത്മാവിനും അവന്റെ ശക്തിയും ആവശ്യമാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. ഹല്ലേലൂയ. ഇവിടെ വന്നപ്പോ ഞാൻ ഓർത്ത്, എന്തിനാ ഞാൻ ഇത്ര പ്രയാസപ്പെടുന്നത്? എന്റെ ഫാദറും മദറും ഹല്ലേലൂയ ബ്രദറും ഒക്കെ പോയെന്ന് പറഞ്ഞാൽ എനിക്കിനി അപ്പച്ചനും അമ്മച്ചിയും ഉണ്ട്. ബാവുച്ചാന്റെ ഫാദറും മദറും ജീവിച്ചിരിപ്പുണ്ട്, സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഇരിപ്പുണ്ട്, ബാവുച്ചാനും ഇരിപ്പുണ്ട്. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് എനിക്ക് കോവിഡ് വന്നു. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും വന്നു. ഹല്ലേലൂയ. ആ സമയത്ത് ഹല്ലേലൂയ എല്ലാ സൂം മീറ്റിംഗും ഉണ്ട്. ഹല്ലേലൂയ. ഈ സമയത്താണ് ഹല്ലേലൂയ
ഹല്ലേലൂയ. ഉദാചാരക ഞാനിപ്പോ പറയുന്നതിന്റെ കാരണം ഹല്ലേലൂയ 102 പനിയുള്ളപ്പോഴും ഹല്ലേലൂയ ഉദാചാരക സംരക്ഷസാരക ഹല്ലേലൂയ ഈ അത്യന്ത ശക്തി ഉള്ളിനകത്ത ഉള്ളത് ഹല്ലേലൂയ ഏത് COVID-19 ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ അനുഭവിക്കത്തക്കവണ്ണം ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആ ദൈവം കൃപ നൽകി ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്റെ അമ്മ അവസാനമൊക്കെ ആവുമ്പോ തീരെ വയ്യായിരുന്നു ഹല്ലേലൂയ. നടക്കണമെങ്കിൽ ഹല്ലേലൂയ ആരുടെയും ഒക്കെ ആവി പിടിക്കണമായിരുന്നു ഹല്ലേലൂയ. പിന്നെ അവസാനം വായിച്ചപ്പോ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പിടിച്ചാണ് അവസാനം പുള്ളിക്കാരിയെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടത്തണമെങ്കിൽ രണ്ടുപേരുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒന്ന് പിടിക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഹല്ലേലൂയ അമ്മ ഓക്കറയിലോ പിടിയിലോ പിടിക്കുന്നത് ഞങ്ങൾക്കൊരു ഹല്ലേലൂയ മനസ്സിനകത്ത് ഒരു ഇതില്ലായിരുന്നു ഹല്ലേലൂയ ആമേൻ. പിന്നെ ഒരു സംശയമായിരുന്നു ഹല്ലേലൂയ വീഴുമോ എന്ന് ഹല്ലേലൂയ. എന്നാലോ ആ സമയത്ത് ഹല്ലേലൂയ എന്റെ അമ്മ ഹല്ലേലൂയ പാടുന്നൊരു പാട്ടുണ്ടായിരുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ. മേൻ നമുക്ക് പാൻ കഴിക്കാൻ വയ്യാടി മോളെ ഇവിടെ ഇരിക്കുക, ഇവിടെ കൊണ്ടുപോവാ. അന്നേരം ഞാൻ പറയില്ലമ്മ ഇതൊരു എക്സസൈസ് അല്ലേ, വാ. അന്നേരം ഒരു പാട്ടടി പാടും. അതിന്റെ കൃപ ഹല്ലേലൂയ അതിന്റെ അർത്ഥം ഇപ്പോഴാണ് മനസ്സിലായി വരുന്നത് ഹല്ലേലൂയ. ദൈവ കൃപ മനോഹരമേ, ദൈവ കൃപ മനോഹരമേ, എന്റെ പ്രാണനായകൻ എനിക്കു ചെയ്യുന്ന കൃപ മനോഹരമേ ഹല്ലേലൂയ. ഇത് പാടിക്കഴിയുമ്പം പുള്ളിക്കാരി അതങ്ങേ സൈഡിലോട്ട് കിടക്കും ഹല്ലേലൂയ. ഇപ്പത്തോട് തിരിഞ്ഞു തരും. പിന്നെ അപ്പോഴത്തേക്ക് ഞാനൂടെ ഒന്ന് പാടാൻ തുടങ്ങും ഹല്ലേലൂയ. ആ കൃപ പറയും തോറും ഹല്ലേലൂയ എന്റെ കൃപ മതി ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപ ഹല്ലേലൂയ. കൃപ എന്ന് പറയുന്നത് എന്തെന്നറിയാമോ ഹല്ലേലൂയ? അൺമെറിറ്റഡ് ഫേവർ. നമ്മുടെ ജീവിതത്തിന് കഴിവിനപ്പുറമായി വരുന്ന ഹല്ലേലൂയ ദൈവത്തിന്റെ ശക്തിയും ഫേവറുമാണ് കൃപ എന്ന് പറയുന്നത്. ആ കൃപ കൊണ്ടാണ് രക്ഷിക്കപ്പെട്ടത് എങ്കിൽ അത് കൃപ മതി കേട്ടോ ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ആ കൃപയിലൊന്ന് ആശ്രയിച്ചു ചെല്ലുമ്പോൾ ഹല്ലേലൂയ അവന്റെ ശക്തിന്റെ ബലഹീന തുണനിൽക്കുമ്പോൾ നീ ബലഹീനതയില്ല, അവന്റെ ശക്തി അറിയുവാൻ നീ ബലഹീനയിൽ പ്രശംസിക്കുവാൻ ഇടയാകും. അതുകൊണ്ട് ഹല്ലേലൂയ ഈ കൃപയും ശക്തിയും കൂടെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. കൃപയും ദൈവത്തിന് എന്റെ കൃപയും എന്റെ ശക്തിയും ഹല്ലേലൂയ ആമേൻ. മൂന്നാം സ്വർഗത്തോടെ ഇറക്കപ്പെട്ട പൗലോസ് ആണ് ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ അവന്റെ ജീവിതത്തിലുള്ള ശരീരത്തിലുള്ള ശൂലം മാറ്റുവാൻ 3 പ്രാവശ്യം ചോദിച്ചെന്ന് പറഞ്ഞു 12-ാം അധ്യായത്തിനകത്ത് കൊരിന്ത്യർ 12:9 പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ. അന്നേരം കർത്താവ് മറുപടി പറയുന്നത് ഇന്ന് പറയുന്നു കേട്ടോ ഹല്ലേലൂയ. ഇത് ഫാസ്റ്റിംഗ് ചെയ്യുന്നത് ചിലതൊക്കെ ഹല്ലേലൂയ മാറിപ്പോകാനല്ല, ദൈവത്തിന്റെ കൃപ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ തരണം ചെയ്യുന്നതിനെ ഓവർകം ചെയ്ത ഹല്ലേലൂയ അത്ഭുതങ്ങൾ കാണട്ടെ ഹല്ലേലൂയ. അതിനാണ് യേശുവിന്റെ ശുശ്രൂഷയുടെ ആദ്യം തന്നെ ഹല്ലേലൂയ. ഒന്ന് വായിക്കാമോ? ലൂക്കോസ് 4:1 വായിച്ച 4:1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആ ദിവസം അത് മതി ഹല്ലേലൂയ. ആത്മാവ് നിറഞ്ഞിട്ട് ഹല്ലേലൂയ അത് പോരായിരുന്നു കേട്ടോ ഹല്ലേലൂയ. 29 ദിവസം കഴിഞ്ഞ് 30-ാമത്തെ ദിവസം ഹല്ലേലൂയ യേശുവിന്റെ 30-ാമത്തെ വർഷമാണ്. 30 വർഷക്കാലം ഹല്ലേലൂയ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുന്നേ കർത്താവ് ഇറക്കിയ വിധം പറയുക ഹല്ലേലൂയ. അവൻ നിറഞ്ഞു ഹല്ലേലൂയ. എപ്പോഴാ നിറഞ്ഞെന്നറിയാവോ? ഹല്ലേലൂയ കർത്താവിന്റെ വചനപ്രകാരം സ്നാനമേറ്റു ഹല്ലേലൂയ. വിശ്വസിച്ചുകൊണ്ട് യോഹന്നാൻ സ്നാപകന്റെ കീഴിൽ സ്നാനമേറ്റപ്പോൾ പ്രാവെന്ന പോലെ അവന്റെ മേൽ വന്നു ഹല്ലേലൂയ. പരിശുദ്ധാത്മാവന്റെ മേൽ വന്നു ഹല്ലേലൂയ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിക്കുന്നുള്ള ശബ്ദം കേട്ടു ഹല്ലേലൂയ. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ഇനി അത് മതിയല്ലോ ഹല്ലേലൂയ. എന്നാലോ ആത്മാവ് നിറഞ്ഞവനായി ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് കൂട്ടിക്കൊണ്ടുപോയ ഒരു സ്ഥലമുണ്ട്, മരുഭൂമിയിൽ ഹല്ലേലൂയ. അവിടെ എന്തുവാ ചെയ്തെന്ന് മർക്കോസ് 1 വായിച്ചാലേ കുറച്ചുകൂടെ കിട്ടത്തുള്ളൂ. മർക്കോസ് 1-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യം 13, 14, 15 വായിച്ചു.
അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. 40 ദിവസം മരുഭൂമിയിൽ മൃഗങ്ങളോട് കൂടെ ആയിരുന്നു. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു. നിറഞ്ഞിട്ട് ശക്തിവാനാക്കാനായിട്ട് മരുഭൂമി കൊണ്ടുപോയി. എവിടെ കൊണ്ടിരുത്തിയത്? കാട്ടുമൃഗങ്ങളോടുകൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ കൊണ്ടുവിട്ടിട്ട് വെറുതെ വിട്ടില്ല. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. അവനെ ശുശ്രൂഷിക്കാൻ ദൈവദൂതനെ ഏൽപ്പിച്ചു. പിശാചിവനാ പരീക്ഷിക്കപ്പെട്ടാൽ അനുവദിച്ചുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് അതിന്റെ അവിടെ കൂടെ തന്നെ. ഹല്ലേലൂയ, ഗോഡ് ഈസ് ഡൂയിങ് സംതിങ്. എന്തിനാണെന്നറിയാവോ? ശുശ്രൂഷയുടെ ആരംഭമാണ്. ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ശുശ്രൂഷ ചെയ്യുവാൻ നിന്നെ പുറത്തെടുക്കുന്ന ഒരു ദിവസങ്ങളാണ്. ഇതുവരെ ചെയ്തെന്ന് വിചാരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇതുവരെ ചെയ്തിട്ടില്ലാത്ത അതിമഹത്തായ, ഹല്ലേലൂയ, ആമേൻ, വെരി നോട്ടീസബിൾ മിറക്കിൾ, ഹല്ലേലൂയ, ആമേൻ, കർത്താവ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അതിനായി ഹല്ലേലൂയ സഭയെ ഒരുക്കുകയാണ്. ഹല്ലേലൂയ. കാരണം ദേശം അറിയണം ഇത് കർത്താവ് തന്നെയാണെന്ന്. ഹല്ലേലൂയ. ഒരു വിധത്തിൽ സംശയിക്കുന്നത് ഫേക്ക് ആണെന്നോ, അത് ഉണ്ടാക്കുന്നതാണെന്നോ, പറഞ്ഞുണ്ടാക്കുന്നതാണെന്നും, അത് കുറച്ച് വലുപ്പം വെച്ച് പറയുന്നതുകൊണ്ടാണ് അവര് ചുമ്മാ പറഞ്ഞു ഹല്ലേലൂയ ഇങ്ങനെ ചെയ്യുന്നതാണ്, അതൊക്കെ ഫേക്ക് ആണെന്നുമല്ല. നോട്ടീസബിൾ, ദൈവത്തിന്റെ കരമാണെന്ന് അറിയത്തക്കവണ്ണം, ആമേൻ, ഹല്ലേലൂയ, ദൈവമുണ്ടെന്നറിയത്തക്കവണ്ണം, ഹല്ലേലൂയ, ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ ദൈവം ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അതിനെന്തുവെന്നറിയാവോ? അതിനുവേണ്ടി ദൈവം, ഹല്ലേലൂയ, അവന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഇരുത്തിയിട്ട് നിറഞ്ഞവനായി കൊണ്ടുവന്ന് കേട്ടോ. അതുകൊണ്ടാണ് നിറഞ്ഞിട്ട് വേണം പരീക്ഷയ്ക്ക് കൊണ്ടുപോയോണ്ട്. എങ്ങനെ പറ്റിയെന്നറിയാവോ? 4:14 ഒന്ന് വായിച്ച. 4:14 യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാടിലൊക്കെയും പരന്നു. അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. എല്ലാരും അവനെ പ്രശംസിച്ചു. Praise the Lord. Hallelujah. Praise the Lord. അവൻ എങ്ങനെയാണ്? ശക്തിയോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഇതൊന്നും വന്ന നഷ്ടമല്ല. ഹല്ലേലൂയ. അനേക മരണങ്ങളും അനേക ദുഃഖങ്ങളും ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ അനുവദിച്ചെങ്കിൽ ഹല്ലേലൂയ അതിനകത്തും ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന് ചിലതൊക്കെ ചെയ്തെടുക്കാനുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കണേ സ്വന്തം പുത്രന്റെ കർത്താവേ, ഹല്ലേലൂയ, ഉദാചാരക സംരക്ഷസാരക, ഈ അതൊന്ന് വായിക്കാമോ? ഹല്ലേലൂയ. കർത്താവേ, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണേ എന്ന് പറഞ്ഞപ്പം ഹല്ലേലൂയ അവൻ എന്ത് പറ്റി? ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തപ്പം ആ വാക്യം ഒന്ന് വായിക്കണേ. ലൂക്കോസിന്റെ സുവിശേഷം, ഹല്ലേലൂയ, ആമേൻ, പിന്നെ 22:43 ഒന്ന് വായിച്ചു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവന് പ്രത്യക്ഷനായി. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് വലിയ ചോരത്തുള്ളി പോലെ. Praise the Lord. Hallelujah. ആമേൻ. കർത്താവേ യേശു, ആമേൻ, പരീക്ഷിക്കപ്പെട്ട വേറൊരു സമയമുണ്ട്. ഹല്ലേലൂയ. അവന്റെ ക്രൂസ്, അവൻ വന്ന purpose, his purpose is to die. മാനവജാതിക്ക് വേണ്ടി മരിക്കുവാൻ, സാത്താന ശക്തികളെ ഇല്ലാതാക്കുവാൻ, ക്രൂശിൽ മരിക്കുവാൻ അവൻ വന്നുവെങ്കിൽ ഹല്ലേലൂയ അതിനടുത്തായപ്പോൾ പ്രാണവേദനയിൽ അവൻ കരയുകയാണ്. ഹല്ലേലൂയ. എങ്കിലോ പിതാവ് മൗനമായിരുന്നു. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ ഓരോ രക്തവും ചീന്തിയത് അത് വെറുതെയായി പോകത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഹല്ലേലൂയ അത് പാനപാത്രം മാറ്റില്ല. ദൈവഹിതമാണെങ്കിൽ അവൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവം എന്താണ് ചെയ്തെന്നറിയാവോ? ഒരു ദൂതനെ ശക്തിപ്പെടുത്തി. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ആമേൻ ദൈവത്തിന്റെ പദ്ധതി കഴിയുന്നവരെയും
ഹല്ലേലൂയ. ദൈവം അതൊക്കെ ചെയ്ത് ദൈവത്തിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. എങ്കിലോ ഈ ദിവസങ്ങളിൽ ആ ദൈവത്തിന്റെ സമയമല്ലാതെ ഒരു നിമിഷം പോലും, ഹല്ലേലൂയ, ആമേൻ, പിശാചിന്റെ പദ്ധതികളൊന്നും ജയിക്കാതിരിക്കാൻ ദൈവശക്തി നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സമയത്തിനും ദൈവത്തിന്റെ പദ്ധതിയും വിധങ്ങളും ഹല്ലേലൂയ നിവർത്തിക്കുവാൻ മാത്രമായി, ഹല്ലേലൂയ, നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഹല്ലേലൂയ. അല്ലാതെ പിശാച് ഒരു ദിവസമെങ്കിലും, ഹല്ലേലൂയ, നീട്ടുവാൻ, ഹല്ലേലൂയ, അതിൽ കൂടെ എന്തെല്ലാം നാശമോ നഷ്ടങ്ങളോ, ഹല്ലേലൂയ, അനുവദിക്കാതെ വണ്ണം ജയിക്കേണ്ടതിന് ദൈവത്തിന്റെ ശക്തി ആവശ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഒന്ന് വായിച്ചാട്ട് അപ്പോസ്തലപ്രവൃത്തി 10:38 ഒന്ന് വായിച്ചു. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെ സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ഇതെന്നോട് സംസാരിക്കാൻ പരിശുദ്ധാത്മാവ് തുടങ്ങി. യേശുവിനെ ദൈവപുത്രനായോണ്ടല്ല അവന് അത്ഭുതങ്ങളും പിശാചിൽ നിന്ന് ജയം കിട്ടിയത്. ദൈവം അവനെ പരിശുദ്ധാത്മാവിനാലും, ഹല്ലേലൂയ, അവന്റെ ശക്തിയാൽ അഭിഷേകം ചെയ്തു. അത് മാത്രമല്ല, അവന്റെ കൂടെ പിതാവായവൻ കൂടെ ഇരിക്കെ ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട്, ഹല്ലേലൂയ, 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 അവൻ ചെയ്ത പ്രവർത്തികള്, ആമേൻ, ഹല്ലേലൂയ, ചെയ്യുവാൻ ഇടയാക്കി. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇതെന്നോട് സംസാരിക്കുവാൻ ഇടയായി. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. മേരിക്കോവറിന്റെ പാവച്ചന്റെയും മോളായോണ്ട്, ഹല്ലേലൂയ, പല പ്രവർത്തികളും കണ്ടതുകൊണ്ടൊന്നും ചെയ്യാനൊക്കത്തില്ല. ഹല്ലേലൂയ. Prayer is something that it is a work. ഹല്ലേലൂയ. എങ്ങനെയാണ്? ഹല്ലേലൂയ, നിങ്ങളുടെ ശക്തി ധരിക്കുവോളം കാത്തിരിക്കണം. ഹല്ലേലൂയ, ആമേൻ. ഈ 40 ദിവസം കഴിഞ്ഞിട്ട് ശക്തി കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത എത്രയും പെട്ടെന്ന് തന്നെ പിന്നെയും, ഹല്ലേലൂയ, യേശു അതുകൊണ്ടാണ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ശീമോനോട് കൂടെ നടന്ന് 3.5 വർഷക്കാലം 12 ശിഷ്യന്മാരും കൂടെ നടക്കുകയായിരുന്നു. ഹല്ലേലൂയ. യേശുവിന് അവിടെ കൂടെ വന്നവരുടെ എല്ലാരെയും അറിയാം. ഹല്ലേലൂയ. എന്തിനാ നടക്കുന്നതെന്നും അവരുടെ, ഹല്ലേലൂയ, ആഗ്രഹങ്ങളും ആശകളും ഒക്കെ അറിയായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ശീമോൻ ഇങ്ങനെ ഇരിക്കുക, ചാകാനും ഇരിക്കുക എന്ന് പറഞ്ഞ് എല്ലാവരോടും പറയുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, എന്റെ കർത്താവിന് വേണ്ടി. ഹല്ലേലൂയ. മരിക്കാനും ഇരിക്കുകയാണ്. അന്നേരം ഹല്ലേലൂയ, യേശു, ഹല്ലേലൂയ, അവനോട് പറയാണ്, ശീമോനായ പത്രോസേ, ഒന്ന് വായിക്കാമോ ലൂക്കോസിന്റെ സുവിശേഷം, ഹല്ലേലൂയ, 22:31 മുതൽ 31-32 ഒന്ന് വായിച്ച്. ശീമോനെ, ശീമോനെ, സാത്താൻ നിങ്ങളെ കോതുമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. അത് മതി. താങ്ക് യു സിസ്റ്റർ. ഹല്ലേലൂയ, ആമേൻ. ഇവിടെ ദൈവം പത്രോസിന് ഓൺ ചെയ്യാൻ, ശിമോനെ, നിന്നെ ഗോതമ്പ് പാറ്റുന്ന പോലെ പാറ്റാൻ പിശാച് എന്നോട് അനുവാദം ചോദിച്ചിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ദൈവം അനുവാദം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ദൈവം കൊടുത്തിട്ടാവുമ്പോൾ ദൈവം ഇന്റർസീഡ് ചെയ്യുന്ന എന്താവാന്നറിയാവോ? ഹല്ലേലൂയ, അവന്റെ വിശ്വാസം പോയി പോകരുത്. ഹല്ലേലൂയ. ഉദാചാരക ശബ്ദ ദൈവം ചിലത് അനുവദിച്ചേ വരത്തുള്ളൂ. ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മധ്യേ ദൈവം ഇന്റർസീഡ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഉദാചാര ഹബ്ദലേ ചൂതലക്ഷസാരക, ഹല്ലേലൂയ. അതിന്റെ മുമ്പിൽ ഇന്റർസീഡ് ചെയ്യുന്ന എന്താണ്? നിന്റെ വിശ്വാസം പോയി പോകരുത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ലൂക്കോസ് 18-ാം അധ്യായത്തിൽ നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നതിൽ മടുത്തു പോകരുത്. വിധവയുടെ കഥ പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ മനുഷ്യനെ ഭയമില്ലാത്തവരുടെ മുമ്പില് വിധവ, ഹല്ലേലൂയ, കൂടെ ചെന്നു. ഹല്ലേലൂയ. അവിടെ ന്യായം കിട്ടുവാൻ. ഹല്ലേലൂയ. അതുകൊണ്ടൊന്നും അവൾ മടുത്തില്ല. ഹല്ലേലൂയ. യേശു വന്നിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, രാപ്പകൽ നിലവിളിക്കുന്നതിന്റെ വൃതന്മാരുടെ കാര്യത്തില് അവൻ ദീർഘക്ഷമയുള്ളവനാണെങ്കിലും പ്രതിക്രിയ ചെയ്ത് രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ?
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നിന്റെ വിശ്വാസം പോയി പോകത്തക്കവണ്ണം ഇന്നത്തെ ന്യൂസുകളും കാഴ്ചകളും പലതും കാണുന്നത് ദൈവജനത്തെ പോലും ഞെട്ടിപ്പിക്കുന്നതും സംശയിക്കുന്നതും വിശ്വാസം ദൈവം എവിടെയെന്ന് ചോദിക്കുന്നതിന്റെ നടുവില് പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നീ ക്ഷീണിച്ചു പോകുന്നുണ്ടെങ്കിൽ, ഈ ദിവസങ്ങളിൽ ആവശ്യമായിരിക്കുന്നത് ഈ സംഭവങ്ങളുടെ മുമ്പില് പലതും കാണുന്നതിന് മുമ്പില് നിന്റെ മനസ്സ് മടുക്കുന്നുണ്ടെങ്കിൽ, ഭയം വരുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആവശ്യമായിരിക്കുന്നത് ഉയരത്തിലെ ശക്തി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 22-ാം അധ്യായത്തിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നുണ്ട്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവരോട് പറഞ്ഞു പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കണം. ചുമ്മാതുള്ള പ്രാർത്ഥനയല്ല. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്ത്യ ജീവിതത്തില് ഉപവാസം എന്നുള്ളതല്ല, ഉപവാസം ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെ, നമ്മുടെ ജീവിതത്തിന്റെ. ഹല്ലേലൂയ. ആമേൻ. ഏത് സമയത്തും സ്പോണ്ടേനിയസ് ആയിട്ട് ദൈവജനത്തിന് പ്രാർത്ഥിക്കുന്നവരുടെ ലക്ഷണം എന്തെന്നറിയാവോ? ഏത് സമയത്തും സ്പോണ്ടേനിയസ് ആണ്. ഹല്ലേലൂയ. യുവാസ സമയത്ത് മാത്രം ഉപവസിക്കാനായിട്ടുള്ള സമയമല്ല. ദൈവജനം ഹല്ലേലൂയ പറഞ്ഞല്ലോ, ഇന്ത്യയുടെ നമ്മുടെ മുന്നിലുള്ള ഹല്ലേലൂയ ഫ്യൂച്ചർ ദൈവസന്നിധാനത്ത് നിലവിളിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവജനം നീതിമാന്മാരുടെ അപേക്ഷിച്ചാണ്. എങ്കിലോ പ്രാർത്ഥിക്കുന്ന നീതിമാന്മാരുടെ ഹല്ലേലൂയ റെസ്പോൺസ് എല്ലാത്തിന്റെ നടുവിലും പ്രാർത്ഥനയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. അതിന് ഉദാഹരണമായി. ആമേൻ. ഹല്ലേലൂയ. നെഹമ്യാവ് 2:4 ഒന്ന് വായിച്ചാട്ടെ. നെഹമ്യാവ് 2:4. രാജാവിനോട് നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിന് തിരുവുള്ള അത് മതി. ഹല്ലേലൂയ. ആമേൻ. ഞാനായിരുന്നെങ്കിൽ ഹല്ലേലൂയ ഒത്തിരി ദിവസം പട്ടിണി കിടക്കുക, പ്രാർത്ഥിക്കുക, ഇങ്ങോട്ട് വന്ന് രാജാവ് ചോദിക്കാത്ത താമസം അത് പറയുന്നതിന് മുമ്പ് ഞാൻ ചാടി കയറി പറഞ്ഞേനെ, യോ രാജാവേ എനിക്കിതങ്ങ് ചെയ്യണേ. ഹല്ലേലൂയ. ഇവിടെ അതല്ല. രാജാവ് പറഞ്ഞിട്ടും ഹല്ലേലൂയ അപേക്ഷ എന്താന്ന് പറഞ്ഞിട്ടും ഹല്ലേലൂയ നെഹമ്യാവ് പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ കർത്താവിനോട് പിന്നെ ആലോചന ചോദിക്കുകയാണ്. ഹല്ലേലൂയ. വല്ലതും പറയണമെങ്കിൽ കർത്താവ് ഹല്ലേലൂയ ദൈവത്തിന്റെ ഹിതം പ്രകാരം രാജാവാണേലും ചെയ്താൽ മതി. ഹല്ലേലൂയ. കാരണം രാജാവ് ഒന്നും ഇതിനകത്ത് മാനോ മഹത്വം എടുക്കരുത്. ദൈവമാണ് ഹല്ലേലൂയ പണിയുന്നെങ്കിൽ ഹല്ലേലൂയ അവന് മാനോ മഹത്വം കിടക്കത്തക്കോണം ഓരോന്നിനും ശുശ്രൂഷയുടെ നടുവില് ദൈവത്തിന് മാനോ മഹത്വം എടുക്കാൻ ഹല്ലേലൂയ തക്കവണ്ണമാണ് നമ്മുടെ പദ്ധതികൾ. ഓ ഗാഡ് ഹാസ് ടു ഗിവ് us the strategy. ഇതുവരെ ചെയ്തത് നടക്കുന്നില്ലെങ്കിൽ we need to ഉയരത്തിലെ ശക്തി പ്രാപിച്ചിട്ട് ഹല്ലേലൂയ ഗാഡ് ഹാസ് ടു ഗിവ് us the wisdom. ഓ ഹല്ലേലൂയ strategy. ഈ കാലങ്ങളിലേക്ക് ഇതുവരെ ഇങ്ങനെ ഒരു കാലം കണ്ടിട്ടില്ല. ഹല്ലേലൂയ. കോവിഡിന്റെ അല്ല, ഈ സമയത്ത് ശുശ്രൂഷ ചെയ്യുവാൻ അല്ലെ സൂമിലേ ഉള്ളൂ. അങ്ങനെ ആവുമ്പോൾ എങ്ങനെയാണ് കൂടി വരാനോ ആരാധിക്കാനോ ഒക്കത്തില്ല. ഈ സമയത്തും ദൈവജനത്തെ വളർത്തുവാൻ ദൈവത്തിനറിയാം. ഹല്ലേലൂയ. ഈ സമയത്തേക്കുള്ള ഒരു സ്ട്രാറ്റജിയാ. ഈ സമയത്തേക്ക് എങ്ങനെ എന്നുള്ളത് ദൈവത്തോട് ആലോചന തന്നാല് ദൈവമാണ് പണിയുന്നത്. ഞാൻ എന്റെ സഭയെ പണിയും. ഹല്ലേലൂയ. പാതാള ഗോപുരങ്ങള് അതിനെ ജയിക്കയില്ല. ദുഷ്ടന്റെ ഒരാലോചനകളും ഒരു ബാധകളും ദൈവ രാജ്യത്തിന്റെ പണിക്ക് ഹല്ലേലൂയ നേരെ നിൽക്കയില്ല. ഹല്ലേലൂയ. ആരൊക്കെ നേരെ നിന്നിട്ടുണ്ട് അവരുടെ ഒന്നും നടന്നിട്ടില്ല. ഹല്ലേലൂയ. ഈ പത്രോസിനോട് ഹല്ലേലൂയ ആമേൻ ഞാൻ എന്റെ സഭ നിന്നിൽ പണിയൊന്ന് പറയും. പണിയേണ്ടവനാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ. ആമേൻ യൂദായോട് പറഞ്ഞില്ല, പത്രോസിനോട് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. എങ്കിലോ അതൊന്ന് വായിക്കണേ. ഹല്ലേലൂയ. അവരെ 3 പേരെയും കൂട്ടിക്കൊണ്ടുപോയി പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. എങ്കിലോ ഹല്ലേലൂയ 3 പേർക്കും ഹല്ലേലൂയ കർത്താവിനോട് നടന്നതിന്റെ ക്ഷീണം, അന്ന് ശുശ്രൂഷയൊക്കെ ചെയ്തതിന്റെ ക്ഷീണം കേട്ടോ. ശുശ്രൂഷ ചെയ്തതിന്റെ ക്ഷീണമാ. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നാ ഇരുന്നാ പോലും തൂങ്ങല. ഹല്ലേലൂയ. ബൈബിൾ എടുക്കുമ്പോഴും തൂങ്ങല. അത് പ്രാർത്ഥനയായിട്ട് ദൈവസന്നിധാനത്തിൽ കണക്കാടത്തില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ശക്തി പ്രാപിക്കണം. ഹല്ലേലൂയ. യേശുവിന്റെ കാര്യം നോക്കിക്കേ. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നു. ഹല്ലേലൂയ. ഇവരെല്ലാം ഉറക്കമാണ്. ഹല്ലേലൂയ. അവിടെ ഇരിക്കുന്നവരും മാറി നിൽക്കുന്ന ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആൾക്കാർ ഉറക്കമാണ്. ഇവിടെ ഹല്ലേലൂയ 11 പേരില് ഹല്ലേലൂയ യൂദാ പോയിരിക്കുക. ഹല്ലേലൂയ.
ഒറ്റിക്കൊടുക്കാൻ. ഹല്ലേലൂയ. അവന്റെ കാര്യം പോട്ടെ, ബാക്കിയുള്ള 11 പേരില് ഹല്ലേലൂയ ആമേൻ 3 പേര് ഹല്ലേലൂയ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. 8 പേര് അങ്ങ് മാറിയിരുന്ന് ഉറങ്ങുന്നു. പിന്നെ 3 പേരെ കൂടെ കൊണ്ടുവന്ന എന്നിട്ടും പ്രയോജനമില്ല, അവിടെ ഇരുന്ന് ഉറങ്ങുകയാണ്. ഹല്ലേലൂയ. അന്നേരം എന്താണ് ആദ്യത്തെ വട്ടം പറഞ്ഞിട്ട് ഹല്ലേലൂയ ആമേൻ യേശു റെഡിയായില്ല. പിന്നെയും 3 മണിക്കൂറോളം ദൈവസന്നിധാനത്തിൽ ശക്തി പ്രാപിച്ചു കഴിഞ്ഞിട്ട് പിന്നാണ് യൂദയോട് പറയുന്നത്, യൂദേ നിന്റെ കാര്യം ചെയ്തത്. ഹല്ലേലൂയ. യൂദ വന്നപ്പോൾ he was ready. ഹല്ലേലൂയ. ഈ കാര്യമാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി കിട്ടുവോളം ധരിക്കുവോളം ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ അത് എത്ര ദിവസമെന്നല്ല, ശക്തി കിട്ടുന്നുണ്ടോന്നാ നോക്കേണ്ടത്, ദിവസമല്ല. ഹല്ലേലൂയ. അത് 40 ആയാലും 80 ആയാലും 120 ആയാലും ഹല്ലേലൂയ ശക്തി കിട്ടുന്നവരെയും ഹല്ലേലൂയ. ഈ പത്രോസിനോട്, ഉറങ്ങുന്ന പത്രോസിനോട് ഒരു ചോദ്യം ചോദിച്ചത് ഇന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ചോദിക്കാനായിട്ട് ഹല്ലേലൂയ ഒന്ന് വായിക്കണേ. ഹല്ലേലൂയ. 22 മർക്കോസ് 14:37. മർക്കോസ് 14:37. വേഗം ഒന്ന് വായിച്ചാട്ടെ. പിന്നെ അവൻ വന്നു, അവൻ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, ശിമോനെ നീ ഉറങ്ങുന്നുവോ? ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത് അത് മതി. ഹല്ലേലൂയ. എല്ലാവർക്കും അറിയാവുന്ന ഭാഗമായോണ്ട് വായിച്ച് എല്ലാം വായിക്കുന്നില്ലെന്നേ ഉള്ളൂ. ആമേൻ. ഇവിടുത്തെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്, ഈ 3 പേരുണ്ടായിട്ട് എന്തിനാ ശീമോനോട് ചോദിച്ചത്, ശീമോനെ നിനക്കൊരു നാഴിക പോലും ഉറങ്ങാൻ കഴിഞ്ഞില്ലേ? കർത്താവിനറിയാം. യേശു ആദ്യമായി പത്രോസിനെ കണ്ടത് ലൂക്കോസ് 5:5 ലൂക്കോസ് 5-ാം അധ്യായത്തിലാ. 5-ാം വാക്യം വരുമ്പോ പറയുന്നുണ്ട്, വല ഇറക്കാൻ ആഴത്തിലേക്ക് ഇറക്കാൻ പറഞ്ഞപ്പോ പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന്മേൽ വല ഇറക്കാം. രാത്രി മുഴുവനും മീൻ പിടിക്കാൻ അറിയാവുന്നവനാണ് പത്രോസ്. ഹല്ലേലൂയ. അവനോട് ചോദിക്ക, സീമോൻ പത്രോസേ നിനക്ക് ഒരു നാഴിക ഹല്ലേലൂയ എങ്കിലും ഹല്ലേലൂയ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ കഴിയുകയില്ലയോ? ആമേൻ. ഹല്ലേലൂയ. നമുക്ക് പലതിനും രാത്രി മുഴുവനും ഉറക്കളച്ച് പതിവുണ്ട്, എങ്കിലോ ഹല്ലേലൂയ അതറിയാവുന്ന പരിശുദ്ധാത്മാവ് ശീമോൻ മീൻ പിടിച്ച രാത്രി മുഴുവനും അധ്വാനിച്ചവനാണ്. ഹല്ലേലൂയ. അവന് രാത്രി മുഴുവനും ഉറക്കളച്ച് അറിയാവുന്നവനുമാണ്. ഇപ്പോഴാണ് 1 മണിക്കൂർ പോലും ഇരിക്കാൻ വയ്യ. ഹല്ലേലൂയ. പണ്ട് കഷ്ടങ്ങള്, കുഞ്ഞുങ്ങൾക്ക് കല്യാണമൊന്നും ആകാഞ്ഞപ്പോൾ, ഹല്ലേലൂയ അഡ്മിഷൻ ആകാഞ്ഞപ്പോൾ, വിവാഹം ആകാഞ്ഞപ്പോൾ, അല്ലെ രോഗങ്ങളായിരുന്നപ്പോൾ, ഹല്ലേലൂയ ഇപ്പോൾ ഹല്ലേലൂയ ഓ ആമേൻ നമുക്കറിയാവുന്ന ഹല്ലേലൂയ കോവിഡൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ, നമുക്കില്ല. ഹല്ലേലൂയ. ആമേൻ. ഉണ്ടെങ്കിലും കർത്താവേ അത്രമാത്രം ആത്മഭാരം വരുന്നില്ല. ഹല്ലേലൂയ. എങ്കിലും പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ചോദിക്കുകയാണ്, പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉറക്കളച്ച് ഇരുന്നവരാണ്. അതുകൊണ്ട് ശീമോനെ ഹല്ലേലൂയ ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഉപവാസം പാസ്റ്റർ സഭയില് അനൗൺസ് ചെയ്യുമ്പോ മാത്രമല്ല ഹല്ലേലൂയ നിന്റെ ദിനദിന ജീവിതത്തില് ഹല്ലേലൂയ ദൈവ സന്നിധാനത്തിൽ 1 മണിക്കൂറെങ്കിലും ദൈവ സന്നിധാനത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? നീ സാധാരണക്കാരിയല്ല, സാധാരണക്കാരനല്ല. നിന്നെ വലിയൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ച പത്രോസേ ഹല്ലേലൂയ നീ ഹല്ലേലൂയ നിന്നിൽ എന്റെ സഭ പണിയൂ എന്ന് പറഞ്ഞ് വിളിച്ചതാണ്. ഹല്ലേലൂയ. ദർശനം കിട്ടിയതാണ്. നീ ആരാണ്? എന്നെ കുറിച്ച് ആരാണെന്നാണ് പറയുന്നത്? ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞപ്പോൾ ജഡരക്തങ്ങളല്ല ഈ മർമ്മം നിന്നെ അറിയിച്ചത്. ഹല്ലേലൂയ പിതാവ് തന്നെയാണെന്ന് പറഞ്ഞ് ഹല്ലേലൂയ he had a great revelation. ആർക്കും ഇല്ലാത്ത റെവലേഷൻ ഒക്കെ കിട്ടിയതവനാ. പക്ഷെ ഇപ്പൊ എന്താണ്? ഹല്ലേലൂയ ശരീര ക്ഷീണം, ആത്മാവിന് ആഗ്രഹമുണ്ട്. ഉറക്കളച്ച് പ്രാർത്ഥിക്കണം, ഇടയ്ക്ക് എണ്ണീച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എന്നാലോ ഈ ദിവസങ്ങളിലെ ചിലതൊക്കെ മാറണമെങ്കിൽ, ചിലതൊക്കെ ദൈവശക്തി അറിയണമെങ്കിൽ ഹല്ലേലൂയ ദൈവജനമേ ഹല്ലേലൂയ സാധാരണഗതിയിലുള്ള പ്രാർത്ഥന ഒക്കത്തില്ല. എങ്ങനാന്നറിയാവോ? ആമേൻ. പ്രസവ വേദനയോടുള്ള പ്രാർത്ഥന. അതുകൊണ്ടാണ് യെശയ്യാവ് 66:8-9 ഒന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ. യെശയ്യാ 66:8-9. ഇങ്ങനെയുള്ളത് ആർ കണ്ടിട്ടുള്ളൂ? ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ?
ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കുമോ? സിയോനോ നോവ് കിട്ടിയ ഉടൻ തന്നെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു. ഞാൻ പ്രസവദ്വാരത്തിങ്കൽ വരുത്തിയിട്ട് പ്രസവിപ്പിക്കാതെ ഇരിക്കുമോ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. പ്രസവിക്കുമാറാക്കിയിട്ട് ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ എന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. Praise the Lord. Hallelujah. ഇസ്രായേൽ ജനത്തെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്നതാണ്. ഹല്ലേലൂയ. ആ ദേശത്തെ ഒരു ദിവസം കൊണ്ട് ഉളവാക്കിയതാണ്. ഹല്ലേലൂയ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജാതി ഒരു ദിവസം കൊണ്ട്, ഹല്ലേലൂയ, ഒരു രാത്രി കൊണ്ട്, ഹല്ലേലൂയ, ആമേൻ, ഉളവായെങ്കിൽ, ഒരു ദേശം ഒരു ജാതി ഉളവായെങ്കിൽ, ആമേൻ, അബ്ദലെ ജൂതലക്ഷസാരക അഹരോന്റെ വടി, ഹല്ലേലൂയ, ആമേൻ, തളുക്കുന്നത് നാളുകൾ കൊണ്ട്, സീസണുകൾ കൊണ്ട് തളുക്കുന്നത് ഒരു ദിവസം കൊണ്ട് തളിർത്തെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്, ഹല്ലേലൂയ, പല കാര്യങ്ങൾ, ഹല്ലേലൂയ, പെട്ടെന്ന് അർദ്ധരാത്രിയായപ്പോൾ പൗലോസും ശീലാസും, ഹല്ലേലൂയ, കിടന്ന ചങ്ങലയിലായിരുന്നപ്പോൾ അവരാരാധിച്ച്, പ്രാർത്ഥിച്ച് ആരാധിച്ചപ്പോൾ പെട്ടെന്ന്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, സംഭവിച്ചെങ്കിൽ ചങ്ങലകൾ താഴെ വീഴുക മാത്രമല്ല, കൂടുള്ളവരുടെ, ഹല്ലേലൂയ, ചങ്ങല വീഴുന്നു, കഥകൾ, ഇരുമ്പ് വാതിൽ തുറക്കുന്നു. അത് മാത്രമല്ല, ഹല്ലേലൂയ, കാരാഗ്രഹ പ്രമാണി, ഹല്ലേലൂയ, ഈ പ്രമാണിയെ കുറിച്ചാണ് മാസഡോണിയയിലെ, ഹല്ലേലൂയ, ഒരുവൻ വിളിക്കുന്ന കാഴ്ച കിട്ടിയത് കേട്ടോ. ആമേൻ, മാസഡോണിയയിലെ വിളി, ഹല്ലേലൂയ, കേട്ടിട്ട് 16-ാം അധ്യായത്തിൽ വന്നപ്പോൾ, അല്ലെങ്കിൽ പുഴയുടെ കരയില് അല്ലെ കുറെ സഹോദരിമാര് പ്രാർത്ഥിക്കുന്നത് മാത്രമേ കണ്ടുള്ളൂ. ഹല്ലേലൂയ. ഈ, ഹല്ലേലൂയ, മാസഡോണിയയിൽ ദർശനം കണ്ടത്, ഹല്ലേലൂയ, ബാക്കിയെല്ലാം വിലക്ക് വെച്ചിട്ട് മാസഡോണിയയിൽ അയച്ചത് തല്ലുവടിയും കിട്ടിയതാണെന്ന് പൗലോസ് ചിന്തിച്ചില്ല. ആമേൻ, ഹല്ലേലൂയ. അർദ്ധരാത്രിയിലായപ്പോൾ ദൈവശക്തി ഉള്ളവന് കാരാഗ്രഹത്തിലും ആരാധിക്കുക, ഉപദ്രവത്തിന്റെ നടുവിലും, ആമേൻ, ജീവിതത്തിന്റെ പ്രതികൂലത്തിന്റെ നടുവിലും, ഹല്ലേലൂയ, ദൈവശക്തി പ്രാപിച്ചവന്, ഹല്ലേലൂയ, അവൻ ആരാധിക്കും. അങ്ങനെ ആരാധിക്കുന്നവരാണ്, ആ ദൈവശക്തി ആരാധിക്കുമ്പോഴാണ് കാരാഗ്രഹത്തിന്റെ ചിലതൊക്കെ വാതില. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. അതിനാ ദൈവശക്തി ഈ ദിവസങ്ങളിൽ വേണമെന്ന് പറയുന്നത്. നീ ക്ഷീണിച്ച് തളരുന്നതിന്റെ കാരണം, ഹല്ലേലൂയ, ആമേൻ, ന്യൂസുകൾ പലതും വരുമ്പോൾ, പലതും കാണുമ്പോൾ, ദൈവസഭ ഈ ദിവസങ്ങളിൽ അതിന്റെ ശക്തിയോടെ വളരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനായി പരിശുദ്ധാത്മാവ്, ദൈവശക്തി അതിനാവശ്യമാണ്. നീ ക്ഷീണിച്ചു പോകുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഹല്ലേലൂയ, പിന്നെ ദൈവസന്നിധാനത്തിൽ ഇരുന്ന ശക്തിയെ പ്രാപിക്കണം. പ്രാപിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? കഴുകനെ പോലെ ഏത് പ്രതികൂലത്തിന്റെ നടുവിലും കടിച്ചുയരത്തക്കവണ്ണമുള്ള ശക്തിയാണ് തരുന്നത്. ഉദരജാരക സന്തരേ ജൂതലക്ഷസാരക, അതാണ്, ഹല്ലേലൂയ, ഈ ശിഷ്യന്മാർക്ക് കിട്ടിയത്. ഹല്ലേലൂയ, ആമേൻ. നമ്മൾ മനസ്സിലാക്കണം, ഹല്ലേലൂയ, ഈ ദാവീദിന്റെ, ഹല്ലേലൂയ, ആമേൻ, സമയം കടന്നു പോകുന്നുണ്ട്. 3 അഭിഷേകമാണ്, ഹല്ലേലൂയ, നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകാൻ കഴിയും. പഴയ നിയമത്തില്, ആമേൻ, ഹല്ലേലൂയ, ലെപ്പേർഡ്സ് അനോയിന്റിങ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പിന്നുണ്ട്, ഹല്ലേലൂയ, മിനിസ്ട്രിയൽ അനോയിന്റിങ് ആൻഡ് കിങ്ലി അനോയിന്റിങ്, ഹല്ലേലൂയ. ഈ 3 അനോയിന്റിങ് ആണ് സാധാരണയായി, ഹല്ലേലൂയ, ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഉള്ളത്. ഹല്ലേലൂയ, അത് തന്നെയാണ്. സോറി, പിന്നെ priestly anointing and hallelujah ministry, hallelujah, kingly anointing, hallelujah. Adam ദാവീദിന് 3 പ്രാവശ്യം anointing കിട്ടിയത്. hallelujah. അതുകൊണ്ടാണ്, hallelujah, ഒന്ന് വായിക്കാമോ? 2 ശമൂവേൽ 3-ന്റെ 1-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചേ. ശൗലിന്റെ ഗൃഹവും ദാവീദിന്റെ ഗൃഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു. എന്നാൽ ദാവീദിന് ബലം കൂടിക്കുകയും ശൗലിന്റെ ഗൃഹം ക്ഷയിച്ചും ക്ഷീണിച്ചും വന്നു. ദാവീദിന്, ഹല്ലേലൂയ, ശൗലിന്റെ ഗൃഹം ക്ഷയിച്ചു, ദാവീദിന്റെ ഗൃഹം, ഹല്ലേലൂയ,
ദാവീദിന്റെ കൂടെ നിന്നവരൊക്കെ ഹല്ലേലൂയ എങ്ങനെയാണെന്നറിയാം. 22-ാം അധ്യായത്തിൽ വായിക്കുമ്പോ അറിയാം. അല്ലല്ലോ, കഷ്ടത്തിലുള്ളവരും ഞെരുക്കത്തിലുള്ളവരും പീഡനയിലുള്ളവരും ഒക്കെയാ ദാവീദിന്റെ കൂടെ ചേർന്നത്. ഹല്ലേലൂയ. പക്ഷേ ദാവീദിന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നത് കൊണ്ട് ഹല്ലേലൂയ ഉദാചാരക സംരക്ഷസാരക അല്ല, നിന്റെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ നിന്റെ ഗ്രഹം ഹല്ലേലൂയ അത് ക്ഷയിക്കത്തില്ല കേട്ടോ. അത് വർദ്ധിച്ചു വരത്തേ ഉള്ളൂ. ആമേൻ. ശത്രു എത്ര നോക്കിയാലും അത് ജയിക്കയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ ശക്തി അടുത്ത മാസം ആവശ്യമായിരിക്കുന്നത്. there are some spoilers. യെശയ്യാ 33 പറയുന്നത് there are some spoilers എന്ന് പറഞ്ഞ സാഹസകാര് ചിലര് നമ്മുടെ ജീവിതത്തിൽ വന്നെന്നിരിക്കും. ഹല്ലേലൂയ. എങ്കിലും അതിനെ ഓവർകം അടുത്തതായിട്ട് ദൈവശക്തി ആവശ്യമായിരിക്കുന്നത്. ഹല്ലേലൂയ. ടെംപ്റ്റേഷനെ ഓവർകം ചെയ്യാൻ, ശത്രുവിനെ ജയിക്കാൻ. ഹല്ലേലൂയ. അത് മാത്രമല്ല ആമേൻ, നമുക്കറിയാം ഹല്ലേലൂയ ശത്രുവല്ല നമ്മളെ സാഹസക്കാരായിരിക്കുന്നവരെ ഹല്ലേലൂയ ജയിക്കാൻ. ഹല്ലേലൂയ. അതിന് ഉദാഹരണമായ 2 അധ്യായങ്ങളൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 12:6 വായിക്കുമ്പോൾ അറിയാം, പത്രോസ് കാരാഗ്രഹത്തിലായിരുന്നു. ഹല്ലേലൂയ. എല്ലാവർക്കും അറിയാം. സഭ എല്ലാം കൂടെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അതൊന്ന് വായിക്കണേ. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഹേരോദാവ് അവനെ ജനത്തിന്റെ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചെങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സഭ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. ദാറ്റ് ഈസ് കണ്ടിന്യൂസ്. എന്നാലോ രാജകൊട്ടാരത്തിൽ എന്തോ പരിപാടി നടക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. രാജാവ് ഹല്ലേലൂയ ജനത്തിന്റെ മുമ്പിൽ നിർത്തി പ്രീതി കിട്ടാനായിട്ട് ഓൾറെഡി യാക്കോബിനെ കൊന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് അടുത്ത ആളിനെ കൂടെ ആമേൻ ഓരോരുത്തരെ ജനത്തിന്റെ പ്രീതി കിട്ടാൻ വേണ്ടി ഓരോരുത്തരെയും കൊല്ലാനുള്ള പ്ലാൻ ഇട്ടുകൊണ്ട് ഹല്ലേലൂയ രാജാവ് നിർത്തുന്നതിന്റെ തലയാത്രയിൽ ഹല്ലേലൂയ ഉദാചാരക സംരക്ഷസാരക സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ സാഹസക്കാര് നമുക്ക് ശുശ്രൂഷക്കെതിരെ, സഭയ്ക്കെതിരെ, ദൈവരാജ്യത്തിന് വളർച്ചയ്ക്കെതിരെ, സഭയുടെ വളർച്ചയ്ക്കെതിരെ ഹല്ലേലൂയ നിൽക്കുന്ന ചിലതിനെയൊക്കെ ദൈവം എന്തെടുക്കുമെന്ന് അറിയാവോ? ഹല്ലേലൂയ അവരുടെ പദ്ധതികളെ മാറ്റും. ഹല്ലേലൂയ രാജാവ് പോലും അറിഞ്ഞില്ല. ഹല്ലേലൂയ അവിടെ കാവൽ നിന്നവര് പോലും അറിഞ്ഞില്ല. സഭ പ്രാർത്ഥിച്ചുകൊണ്ട് എന്താ പറ്റിയെന്നറിയാവോ? പെട്ടെന്ന് ഹല്ലേലൂയ ദൂതൻ അങ്ങോട്ട് ഹല്ലേലൂയ കാരാഗ്രഹം അല്ലെ ദൈവത്തിന്റെ ജനം പ്രാർത്ഥിച്ചു കഴിയുമ്പോ കാരാഗ്രഹം ഒരു പ്രശ്നമല്ല, ഒബ്സ്റ്റക്കിൾ ഒരു പ്രശ്നമല്ല. ഓ ഹല്ലേലൂയ അതാണ് മറിയോട് പറഞ്ഞത്. അല്ല വിത്ത് ഗോഡ് ഓൾ തിങ്സ് ആർ പോസിബിൾ. എവിടെ കിടന്നാലും ആ അറയ്ക്കകത്ത് വരുന്ന ഒരു വെളിച്ചമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ദുഷ്ടനാമൻ അടച്ചു കിടക്കുന്ന അറയ്ക്കകത്തും ദൈവശക്തി വരുവാൻ ദൈവസഭയുടെ പ്രാർത്ഥന ഹല്ലേലൂയ ഈ നാളുകളിൽ വിടുതൽ നൽകുന്നതാണ്. നമുക്കറിയാം ഹല്ലെ തട്ടി ഉണർത്തി ഹല്ലേലൂയ ഓ ഉടനെ ഹല്ലേലൂയ ഓ ചങ്ങല വീഴുന്നു. തട്ടി ഉണർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ചങ്ങല ഓട്ടോമാറ്റിക് ആയിട്ട് പോവുക. ഹല്ലേലൂയ ഓ മെഷീൻ പോലെയാണ്. ഹല്ലേലൂയ വീണിട്ട് ആരും അറിയുന്നില്ല. ആമേൻ 1 2 എല്ലാ വാതിലും ഇറക്കി തെരുവിലോട്ട് ഇറക്കി വിട്ടു. ഹല്ലേലൂയ അതല്ല പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ ശുശ്രൂഷയ്ക്കും വളർച്ചയ്ക്കെതിരെ ഹല്ലേലൂയ ഈ ഹെരോദാവ് തടസ്സക്കാരനാണെന്ന് അറിയാം. ഹല്ലേലൂയ പത്രോസിന്റെ വിടുതൽ മാത്രമല്ല ഇവിടെ സഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത്. സഭയ്ക്കെതിരെ നിൽക്കുന്ന ഹല്ലേലൂയ ഈ രാജാവിനെ ഇല്ലാതാക്കാനാണ്. ഹല്ലേലൂയ ആമേൻ ഒന്ന് വായിച്ചാട്ടെ 12:20 ഈ പ്രാർത്ഥന ഈ ദൂതനുണ്ടല്ലോ പത്രോസിനെ മാത്രം ഇറക്കി വിടുന്നതല്ല. അതിന്റെ 23 24 ഒന്ന് വായിച്ചാട്ടെ. 23 24 ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദം അത്രയെന്ന് ജനം ആർത്തു. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. അവൻ കൃമികീരയായി പ്രാണനെ വിട്ടു. എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. അത് മതി ഹല്ലേലൂയ ആമേൻ. ഇത് ദൂതൻ വന്ന കർത്താവിന്റെ ദാസനെ വിലാപറത്തടിച്ചവൻ
സ്ട്രക്ക് എന്ന് പറഞ്ഞാൽ അറിയാവോ, ഇത് തന്നെയാ വേർഡ് ഉപയോഗിച്ചേക്കുന്നത്. ദാവീദ് സിംഹത്തിന്റെ ഹല്ലേലൂയ സ്ട്രക്ക് ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്ന അതേ ഹീബ്രു വേർഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എന്തോ അടിയായിരിക്കും. ഹല്ലേലൂയ. എങ്ങനെ പത്രോസ് ആണെങ്കിൽ അതുപോലെ കിടന്നുറങ്ങുമായിരിക്കും. അതുപോലെ ഒരു അടിയായിരുന്നു. ഹല്ലേലൂയ. വേക്കിംഗ് ഹിം ടു അവേക്കനിങ് ഹിം. അതുപോലെ തന്നെ ഇവിടെ ഒരു അടി കൊടുക്കുകയാണ്. ഇവിടെ എന്തിനാണെന്നറിയാവോ? ദൈവസഭയ്ക്ക് വളർച്ചയ്ക്ക്, ആ ദേശത്തിന്റെ സുവിശേഷത്തിന് വളർച്ചയ്ക്കെതിരെ ഹെരോദാവ് ഇരുന്നാല് ശരിയല്ലെന്ന് കാണുമ്പോൾ ദൈവം ഹെരോദാവിനെ മാറ്റുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ആമേൻ ശക്തി ആവശ്യമായിരിക്കുന്ന എന്തെന്നറിയാമോ? സുവിശേഷത്തിനും ഭാരതത്തിന്റെ സുവിശേഷത്തിനും എതിരെ നിൽക്കുന്ന ദേശാദി ശക്തികളെ, ഭരണകൂടങ്ങളെ നീക്കം ചെയ്യത്തക്കവണ്ണം ദൈവസഭയുടെ പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ ശക്തീകരിക്കേണ്ടതിന് ഹല്ലേലൂയ ദൈവം ഈ ദിവസങ്ങളുടെ പ്രാർത്ഥന ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അത് മാത്രമല്ല ഹല്ലേലൂയ ആ അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 8 ഹല്ലേലൂയ 19-20 ഒന്ന് വായിക്കാമോ? 19-20. ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിപ്പാൻ തക്കവണ്ണം ഈ അധികാരം എനിക്ക് തരണം എന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, ദൈവത്തിന്റെ ദാനം പണത്തിനു വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. നിങ്ങൾ പോയി വായിച്ചാൽ മതി. ഹല്ലേലൂയ. പിന്നെ ഒരു ഹല്ലേലൂയ ഇവിടെ ഒരു സാഹസക്കാരനുണ്ട്. എന്താണെന്നറിയാം? ആഭിചാരം. ഹല്ലേലൂയ. ആമേൻ. ശിമയോൻ എന്നവൻ ഹല്ലേലൂയ അവന്റെ മഹാശക്തി അതിന്റെ 8-9 ഹല്ലേലൂയ 9, 10, 11 വരെ വായിക്കുമ്പോ അറിയാം. ഹല്ലേലൂയ. അതൊന്ന് വായിക്കാമോ സിസ്റ്ററെ? 8-9 തൊട്ട് 11 വന്നാലേ ഈ ശിമോനെ മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. എന്നാൽ ശിമോൻ എന്ന് പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു താൻ മഹാൻ എന്ന് പറഞ്ഞു ശമര്യ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു. ഇവൻ മഹദി എന്ന ദൈവശക്തി ആകുന്നു എന്ന് പറഞ്ഞ് ആബാലവൃദ്ധം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു. ഇവൻ അത് ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ദൈവസഭയ്ക്ക് അവന്റെ ശക്തി, ഉയർപ്പിന്റെ ശക്തി ആവശ്യമായിരിക്കുന്നത് ചില ആഭിചാര ശക്തികള് ദേശത്ത് ശമര്യയിൽ വ്യാപരിക്കുന്ന ശക്തി. ഹല്ലേലൂയ. ഓ ഫിലിപ്പോസ് ഹല്ലേലൂയ അത് തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. അത് മാത്രമല്ല, ഇത് കച്ചവടമാക്കാൻ നിൽക്കുന്നവരുണ്ട് കേട്ടോ. ആമേൻ. ഹല്ലേലൂയ. ദൈവശക്തി എന്തിനാണ് ആവശ്യമായിരിക്കുന്നത്? ഒരു കച്ചവടമാക്കാനല്ല, ദൈവസഭ വളരുവാൻ. ഹല്ലേലൂയ. അങ്ങനെ ആകുമ്പോ കുറെ സ്റ്റേജുകൾ കിട്ടും. ഹല്ലേലൂയ. സഭയിൽ വലിയ ആളാകാം. ഹല്ലേലൂയ. ഇതും പറഞ്ഞു കുറെ രൂപ ഉണ്ടാക്കാം. ഹല്ലേലൂയ. ആമേൻ. കുറെ വണ്ടികളും കാര്യങ്ങളും ഹല്ലേലൂയ മിനിസ്ട്രി ഉണ്ടാക്കാനല്ല. ആമേൻ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവശക്തി ഹല്ലേലൂയ ആഭിചാര ദേശത്ത് ഹല്ലേലൂയ ശമര്യയില വാണുകൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ മഹദി എന്ന ഹല്ലേലൂയ മഹാശക്തി ഇല്ലാതാക്കണമെങ്കിൽ ഉയരത്തിലെ ശക്തി ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ ആവശ്യമായിരുന്നു. ഹല്ലേലൂയ. ഇന്നും ഹല്ലേലൂയ ആഭിചാര ശക്തിയിൽ കെട്ടുകിടക്കുന്ന അനേകരെ വിടുവിക്കുവാൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഓരോരുത്തരുടെ ജീവിതത്തിൽ മേല് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ കോവിഡ് ആയിരിക്കുന്നതുകൊണ്ട് ഇപ്പൊ പാസ്റ്ററിനും മക്കളും ഒക്കെ അല്ല, നമ്മളെല്ലാവരിലേക്കും ഹല്ലേലൂയ 120 വന്ന് കാത്തിരിക്കുന്നവരിലേക്ക് വന്ന പോലെ ദൈവത്തിന്റെ അടുത്ത ശക്തി ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ആരെല്ലാം എവിടെല്ലാം നടന്നാല് അവിടെല്ലാം ദൈവശക്തി അനുഭവിക്കണം. ഹല്ലേലൂയ. അന്തര ജൂത ജാര ഹത്ത ജാരക ഹല്ലേലൂയ. പിന്നെന്തിനാന്നറിയാവോ ഈ ദൈവശക്തി ആവശ്യമായിരിക്കുന്നത്? ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഈ ശക്തിയാണ് കർത്താവിലേക്ക് വന്നത്. ഇവൻ ആര്? കാറ്റും കടലും അല്ല വെള്ളവും ഇവനെ അനുസരിക്കുന്ന ഇവ ശക്തി. ഹല്ലേലൂയ. ഈ കർത്താവിന്റെ ശക്തി ആവശ്യമാണ്. കാരണം ഹല്ലേലൂയ നമുക്കറിയാം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് പോവാൻ നേരത്തെ നിങ്ങൾ കാത്തിരുന്ന് ശക്തിയെ പ്രാപിക്കണം. ഞാൻ ഹല്ലേലൂയ അതൊന്ന് അതുകൂടെ ഒന്ന് കാണിച്ചിട്ട് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ നമുക്ക് ഹല്ലേലൂയ നോക്കുമ്പോൾ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഈ ദാവീദിന് 3 പ്രാവശ്യം അഭിഷേകം ചെയ്തതായിട്ട് നമുക്ക് കാണാം. ഒന്നാമതായിട്ട് നമുക്ക് കാണുന്ന 1 ശമൂവേൽ 16:13 ശമൂവേല് ദൈവത്തിന്റെ തൈലവുമായി. ഒന്ന് വായിക്കാമോ? 1 ശമൂവേൽ 16:13.
അതിന് ശമൂവേൽ തൈലപ്പം എടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ജെസി ഇശായി വീട്ടില് ഹല്ലേലൂയ ശമൂവേലിനോട് പറഞ്ഞു ചെല്ലാൻ അവന്റെ മകനെ അഭിഷേകം ചെയ്യണം. ഓരോരുത്തരും പ്രായം അനുസരിച്ച് യോഗ്യത അനുസരിച്ച് അപ്പന് ഹല്ലേലൂയ നിരത്തി. എന്നിട്ട് ചോദിച്ചു, ഇനി ആരും ഇല്ലയോ? ഒരാളുണ്ട്, ഇടയന. എന്നാലും അവനെ ഇവിടെ കൊണ്ടുവരാതെ ഞാൻ പന്തിയിൽ ഇരുത്തത്തില്ല. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈ അർഹത ലോകപ്രകാരം ഒന്നും അർഹതയില്ലാത്ത ഹല്ലേലൂയ നിന്നെയാണ് ദൈവം ഈ ദിവസങ്ങളിൽ ഒരു അഭിഷേകം ചെയ്ത് ഹല്ലേലൂയ ആമേൻ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. എങ്കിലോ ആ അഭിഷേകം ദാവീദിന് എന്തിനാണെന്ന് കൊടുത്തെന്നറിയാവോ? 17-ാം അധ്യായത്തിനകത്ത് ഗോലിയാത്ത്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, അതുവരെ ഒരു അഭിഷേകം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ആരാധനയിലുള്ള അഭിഷേകം. ഹല്ലേലൂയ, അവൻ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ കരടി വരുമായിരുന്നു, സിംഹം വരുമായിരുന്നു. അതിനെയൊക്കെ ഹല്ലേലൂയ ആ യഹോവ എനിക്ക് രക്ഷ തന്നു. ഹല്ലേലൂയ, അവന്റെ കഴിവ് കൊണ്ടല്ല, അവനില്ലാത്ത ഹല്ലേലൂയ ആമേൻ അവന്റെ മേൽ വരുന്ന ഒരു ശക്തി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, അവന്റെ ഉള്ള ആടുകള് ഒന്നിനെങ്കിലും തൊട്ടാൽ ഹല്ലേലൂയ ആമേൻ, അന്നിനെങ്കിലും കരടി കൊണ്ടുപോയാല് ആമേൻ ഹല്ലേലൂയ അതിന്റെ വായിൽ നിന്നെടുക്കാൻ ഹല്ലേലൂയ, ഒരു സിംഹത്തിന്റെ വായിൽ നിന്നെടുക്കുവാൻ ഒരു ബാലനായ ഹല്ലേലൂയ ദാവീദിന് ഹല്ലേലൂയ ആമേൻ അവന്റെ മേൽ വന്ന ശക്തി ഹല്ലേലൂയ ഉണ്ടായിരുന്നു. എന്നാലോ പുതിയ നിയമത്തിൽ ഓർത്തോണേ, കർത്താവ് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഹല്ലേലൂയ ആമേൻ ഈ ലോകത്തിലുള്ളതിനെക്കാട്ടും വലിയവനാണ് നമ്മുടെ ഉള്ളിൽ. ആമേൻ ഹല്ലേലൂയ, നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്നത് അത്യന്ത ശക്തിയാണ്. അത് നമ്മുടെ ഹല്ലേലൂയ സ്വന്തമല്ല. ആമേൻ ദൈവത്തിന്റെ നിക്ഷേപമാണ് നിന്റെ ഉള്ളിനകത്ത് വെച്ചിരിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അതാണ് ദാറ്റ് ഈസ് കോൾഡ് ഹല്ലേലൂയ ലെപ്പേർഡ്സ് അനോയിന്റിങ്. അത് തന്നെയാണ് നമുക്കറിയാം. യേശു 20-ാം അധ്യായത്തിൽ അവരിലേക്ക് ഊതി എന്താണെന്നറിയാവോ? പാപങ്ങളെ മോചിച്ച് രക്ഷപ്പെടുത്താൻ ഹല്ലേലൂയ ആമേൻ അതിനുവേണ്ടി ചെയ്ത ആദ്യത്തേതാണ് ഹല്ലേലൂയ. അത് കഴിയുമ്പോൾ അടുത്തതായിട്ട് ദാവീദിനെ അഭിഷേകം ചെയ്തതുകൊണ്ട് 2 രാജാക്കൻ 2 ശമൂവേൽ 2:4 ഒന്ന് വായിച്ചാട്ടെ. 2 ശമൂവേൽ 2:4. അപ്പോൾ യഹൂദ പുരുഷന്മാർ വന്ന് അവിടെ വെച്ച് ദാവീദിനെ യഹൂദാഗൃഹത്തിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ. ഇതെന്തിനാന്നറിയാവോ? ആമേൻ. ഗോലിയാത്തിനെ ജയിക്കാനുള്ള അഭിഷേകം ആദ്യമെങ്കിലും ഹല്ലേലൂയ യഹൂദ ഗോത്രത്തിന്റെ തലവനായി രാജാവായി ഹല്ലേലൂയ അഭിഷേകം ചെയ്തത് എന്തിനാന്നറിയാവോ? അവിടെ ആമേൻ ശൗലിനെ ഹല്ലേലൂയ രാജ്യത്ത് നിന്ന് മാറ്റിയിട്ട് ഹല്ലേലൂയ എന്റെ ഹിതപ്രകാരമുള്ള പുരുഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദാവീദിനെ അഭിഷേകം ചെയ്തുവെങ്കിൽ അവന്റെ അഭിഷേകത്തെ ഹല്ലേലൂയ അവന്റെ രാജ്യത്തെ എടുത്തു മാറ്റുവാൻ ഹല്ലേലൂയ വരുന്ന ശൗലും കൂട്ടരും ഉണ്ടല്ലോ. ഹല്ലേലൂയ നിന്നെ വേട്ടയാടുന്ന നിന്നെ ഇല്ലാതാക്കുമ രാജസ്ഥാനത്ത് ഇരുത്തത്തില്ല, ശുശ്രൂഷയിൽ ഇരുത്തത്തില്ല, സഭയിൽ ഇരുത്തത്തില്ല, ദേശത്ത് ഓടിക്കുമോ ശുശ്രൂഷയില്ല ഇല്ലെന്ന് പറഞ്ഞ് ഓടിക്കുന്ന ദുഷ്ടശക്തിയെ ജയിക്കുവാൻ hallelujah hallelujah that is the anointing hallelujah is called priestly anointing hallelujah amen hallelujah അടുത്തതായി പിന്നെ ദാവീദിനെ അനോയിന്റ് ചെയ്തിട്ടുണ്ട്. 2 ശമൂവേൽ 5:3-7. ഇങ്ങനെ ഇസ്രായേൽ മൂപ്പന്മാരൊക്കെ ഹെബ്രോനിൽ രാജാവിന്റെ അടുക്കൽ വന്നു. ദാവീദ് രാജാവ് ഹെബ്രോനിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ അവരോട് ഉടമ്പടി ചെയ്തു. അവർ ദാവീദിനെ ഇസ്രായേലിൽ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ദാവീദ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 30 വയസ്സായിരുന്നു. അവൻ എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. അത് തന്നെ ദാവീദിന്റെ നഗരം. അന്ന് ദാവീദ് ആരെങ്കിലും യെബൂസ്യരെ തോൽപ്പിച്ചാൽ അവൻ നീർപ്പാത്തിൽ കൂടി കയറി ദാവീദിന് വെറുപ്പുള്ള മുടന്തന്മാരെയും കുരുടന്മാരെയും പിടിക്കട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് കുരുടനും മുടന്തനും വീട്ടിൽ വരരുത് എന്നൊരു ചൊല്ലും നടപ്പായി. ഹല്ലേലൂയ. ദാവീദിനെ നിന്ദിച്ചവരുണ്ടല്ലോ, ജബൂസൈറ്റ്
ഹല്ലേലൂയ. യോശുവയ്ക്ക് പോലും പിടിച്ചടക്കാൻ വയ്യാത്ത, ഹല്ലേലൂയ, ആമേൻ, കഴിയാത്ത, ഹല്ലേലൂയ, ആമേൻ, സ്ട്രോങ് ഹോൾഡ് ആയിരുന്നവൻ, ഹല്ലേലൂയ, അവനെ പറഞ്ഞു മുഴുവനും, ഹല്ലേലൂയ, അത്രമാത്രം ദാവീദ്, ഹല്ലേലൂയ, കൂടെ ഉള്ളവരൊക്കെ കുറവുകളും ഞെരുക്കത്തിലും ഒക്കെ ഉള്ളവരായിരുന്നോണ്ട് ഹല്ലേലൂയ ഒരു അവനെ കുറിച്ച് അത്രമായി നിസ്സാരമായിരുന്നതാണ്. എങ്കിലോ ഹല്ലേലൂയ അന്നത്തെ എല്ലാ ആർക്കും കീഴ്പ്പെടാത്ത കഴിയാത്തത്, ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തത്, ജയിക്കത്തക്കവണ്ണം, ഹല്ലേലൂയ, ദൈവം അവനെ മൂന്നാമതും അഭിഷേകം ചെയ്യുന്നു. എങ്കില് ഹല്ലേലൂയ പുതിയ നിയമത്തിൽ നമുക്ക് കാണാം, ഹല്ലേലൂയ, ആ യേശു അവരുടെ മേൽ ഊതി, ഹല്ലേലൂയ, പാപങ്ങളെ മോചനത്തിന് വേണ്ടി. ഒന്ന് വായിക്കാമോ? യോഹന്നാൻ 20:22. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശിഷ്യന്മാരെ അവരുടെ മേൽ ഊതി അയച്ചു, ഹല്ലേലൂയ, പാപങ്ങളെ മോചിക്കാൻ തക്കവണ്ണം, അവരെ രക്ഷിക്കപ്പെടത്തക്കവണ്ണം, ഹല്ലേലൂയ, അവരുടെ മേൽ അവന്റെ ആത്മാവിനെ ഊതി അയച്ചു. പക്ഷെ അതും കൊണ്ട് പോരാ, ഹല്ലേലൂയ, അത് കഴിഞ്ഞിട്ട്, ഹല്ലേലൂയ, മിനിസ്ട്രിക്ക് വേണ്ടി, ഹല്ലേലൂയ, രക്ഷിക്കപ്പെടുത്തിയ മാത്രം പോരാ, ദൈവവചനം പറഞ്ഞു കഴിയുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും, ഹല്ലേലൂയ, അവരുടെ ജീവിതത്തിൽ കിട്ടണം. ആമേൻ, ഹല്ലേലൂയ. അതിനാണ് നമുക്കറിയാം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിനകത്ത്, ഹല്ലേലൂയ, പോകുന്നതിന് മുന്നേ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇതിരുന്ന പോരാ, കാത്തിരുന്ന് ശക്തിയെ പ്രാപിക്കണം. പ്രാപിച്ചിട്ട്, ഹല്ലേലൂയ, യെരൂശലേം യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളായി തീരുവാൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അതിന്, ഹല്ലേലൂയ, നമുക്കറിയാം തള്ളിപ്പറഞ്ഞ, ഹല്ലേലൂയ, പത്രോസും ഈ പെന്തിക്കോസ് നാളില് അവിടെ 120 പേര്, ഹല്ലേലൂയ, ആമേൻ, അവിടെ കൂടി വന്ന എല്ലാവരുടെ മേലും ഹല്ലേലൂയ, ആമേൻ, ഇരട്ട നാവ്, ഹല്ലേലൂയ, പിളർന്ന നാവ് സംഭവിച്ചിട്ട് ഹെവൻലി ലാംഗ്വേജ് കൊടുത്ത് നമുക്കറിയാം, ഹല്ലേലൂയ. എങ്കില് ഇതൊക്കെ പറയുന്നതിന്റെ കാരണം എന്തെന്നറിയാം? അഭിഷേകം പ്രാപിച്ചു എന്ന് പറഞ്ഞ് ഇരുന്നാ ഒന്നും ഒക്കത്തില്ല, ഹല്ലേലൂയ. ഇന്നലത്തെ അഭിഷേകം കൊണ്ട് ഒക്കത്തില്ല, ഹല്ലേലൂയ. ഈ നാളുകളില് ഒരു പുതിയ ശക്തി ആവശ്യമാണ്, ഹല്ലേലൂയ. ഇപ്പോഴുള്ള രോഗങ്ങള്, ഇപ്പോഴുള്ള ബന്ധനങ്ങള്, ഇപ്പോഴുള്ള ഉപദ്രവങ്ങള്, നിങ്ങള്, ഹല്ലേലൂയ, പ്രതികൂലങ്ങളെ ജയിക്കുവാൻ, ഹല്ലേലൂയ, കർത്താവ് ഇരുത്തിയിരിക്കുകയാണ്, ഹല്ലേലൂയ. സഭയെ, ഹല്ലേലൂയ, ആനുവൽ ഫാസ്റ്റിംഗ് ആയിട്ട് ഇരുത്തിയിരിക്കുകയാണ്, ഹല്ലേലൂയ, ആമേൻ. അത് കഴിഞ്ഞിട്ടും പോരാ, ഹല്ലേലൂയ, അന്നത്തെ ദിവസം 3000 പേരാണ്, ഹല്ലേലൂയ. ഓർത്തോണേ, സീനായിൽ ദൈവത്തിന്റെ, ഹല്ലേലൂയ, തീ ഇറങ്ങിയപ്പോൾ ന്യായപ്രമാണം, കൽപ്പന ലംഘിച്ചവര് 3000 പേര് കൊല്ലപ്പെട്ടപ്പോൾ, ഇതാ അതേ പെന്തിക്കോസില്, പുതിയ നിയമത്തില് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ 3000 പേര് സഭയോട് ചേരുകയാണ്, ഹല്ലേലൂയ. എന്നിട്ടും എന്തോ, ഹല്ലേലൂയ, അത് കഴിഞ്ഞിട്ട് 3-ാം അധ്യായത്തില് അവർ ആലയത്തിലേക്ക് പോകുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, പിന്നെ സാധാരണ പോകുന്ന പോലല്ല, അവര് പോകുമ്പോൾ, ഹല്ലേലൂയ, മുടന്തുള്ളവന്, വെളിയിൽ, പള്ളിയുടെ വെളിയിൽ ഇരിക്കുന്നവന്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, അവൻ ഉറ്റുനോക്കുന്ന കണ്ടിട്ട്, ഹല്ലേലൂയ, ഈ പ്രാവശ്യം എന്തോടത്ത് ദൈവത്തിന്റെ, ഹല്ലേലൂയ, മിനിസ്ട്രിയൽ അനോയിന്റിങ് വന്നു കഴിയുമ്പോൾ, ഹല്ലേലൂയ, അതിനുള്ള അനോയിന്റിങ്, പ്രീസ്ലി അനോയിന്റിങ് ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഹല്ലേലൂയ, യു വിൽ ഡു വാട്ട്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, വെള്ളിയും പൊന്നും എന്റെ കയ്യിൽ ഇല്ല, നസറായ യേശുവിന്റെ നാമത്തിലാ, രോഗികളെ കാണുമ്പോൾ നീ അവരുടെ മേൽ കൈവെക്കും, അവർ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുമ്പോൾ അവർ വിടുതൽ നൽകുമെന്ന് പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വചനമനുസരിച്ച് ഉദാചാരക ഈ സമയത്ത്, ആമേൻ, ഹല്ലേലൂയ, ഇതിനകത്ത് ഈ ദൈവവചനം കേൾക്കുന്ന ആർക്കേലും ഇന്നേതെല്ലാം രോഗങ്ങളിൽ നിന്ന് ഈ നിമിഷക്കാലം, ഹല്ലേലൂയ, ഈ അഭിഷേകമാണ് ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ദൈവവചനം പറയുമ്പോൾ തന്നെ, അല്ലെ, വിശ്വസിക്കുന്നത് വ്യാപരിക്കുന്ന ദൈവശക്തിയായ ഇന്നിവിടെ അത്ഭുതങ്ങൾ നടക്കത്തക്കവണ്ണം, ഹല്ലേലൂയ, ഇതിനകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകത്താൽ വിടുതൽ കിട്ടുവാൻ ആഗ്രഹിക്കുന്നവരാ, ആമേൻ, യേശുവിന്റെ നാമത്തില് വേദനയുള്ള സ്ഥലത്തേക്ക് കൈകളെ നീട്ടുക, ആമേൻ, ലോകത്തെ യേശുവിന്റെ നാമത്തില് ഇതിനകത്തുള്ള അഭിഷേകം നിന്നെ വിടുവിക്കുമാറാകട്ടെ, യേശുവിന്റെ നാമത്തില്, ഹല്ലേലൂയ.
ആമേൻ 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 ഹല്ലേലൂയ. അത് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ വെളിയിൽ ഇരുന്നവൻ ഹല്ലേലൂയ ഭിക്ഷ യാചിച്ചവൻ പള്ളിക്കകത്ത് കയറി. ഹല്ലേലൂയ. എങ്ങനെയാ കയറുന്നെന്ന് അറിയാവോ? നടന്നും തുള്ളിയും ചാടിയും ഹല്ലേലൂയ ഇതുവരെ കയറാത്തവരോ ഹല്ലേലൂയ ആത്മാവില ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അനുഭവങ്ങൾ വന്നു. അതോടുകൂടി എന്താ പറ്റി? പ്രതികൂലങ്ങളും വന്നു. ഹല്ലേലൂയ. അന്നേരമാണ് 4-ാം അധ്യായത്തിന്റെ 31 മുതൽ 33 വരെ ഒന്ന് വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 4-ന്റെ 31 മുതൽ 33 വരെ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. ഹല്ലേലൂയ. ധാരാളം കൃപ, വളരെ ശക്തി. ഹല്ലേലൂയ. ഉദാചാരക സംരക്ഷസാരിക പെന്തിക്കോസ് നാളില് ഞങ്ങളുടെ മേല് തീർന്ന നാമം ഞങ്ങളുടെ മേൽ വന്നെന്ന് പറഞ്ഞ് അടങ്ങിയിരുന്നില്ല. പ്രതികൂലം വന്നപ്പോൾ ആമേൻ ഹല്ലേലൂയ അവർ മറ്റ് ഹല്ലേലൂയ ഭരണാധികാരികളെ ഭയപ്പെടുമ്പോൾ ഹല്ലേലൂയ ഈ ഭയപ്പെടാതിരിക്കാനാ കർത്താവേ അവരൊന്നിച്ചുകൂടി ഒരേ മനസ്സില്. ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നീ ഭയപ്പെടുന്നുണ്ടോ? ഹല്ലേലൂയ ഈ ബാധ കണ്ടിട്ട് ഭയപ്പെടുന്നുണ്ടോ? ഹല്ലേലൂയ എങ്കില് ഹല്ലേലൂയ ദൈവം കൂട്ടിയിരിക്കുകയാണ്. ഇതിന്റെ നടുവില് ദൈവശക്തി. ഹല്ലേലൂയ. ഓ ദൈവത്തോടുള്ള സ്നേഹവും ശക്തിയും. ഹല്ലേലൂയ ആമേൻ. ദൈവ സ്നേഹം സർവ്വ ഭയത്തെ മാറ്റുന്നു. അല്ല ദൈവത്തിൽ ഹല്ലേലൂയ ഭയത്തിന്റെ ആത്മാവിനെ അല്ല, സ്നേഹത്തിന്റെ ശക്തിയുടെ സുബോധത്തിന്റെ ആത്മാവിനെ. ഹല്ലേലൂയ ശക്തിയുടെ ആത്മാവിനെ. നാളെ എന്ത് സംഭവിക്കും? ഹല്ലേലൂയ വെന്റിലേറ്ററിൽ കിടക്കുന്നവര്, രോഗികളായിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ കുറിച്ച് നീ ഭയപ്പെടുന്നു എങ്കില് ഹല്ലേലൂയ ആമേൻ കർത്താവിന്റെ കരങ്ങളിൽ നിന്ന് കൊടുത്തേ ദൈവശക്തിയാണ് ഈ ദിവസങ്ങളിൽ ആവശ്യമായിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോ. ദൈവം നമുക്ക് ശക്തി ഹല്ലേലൂയ ആമേൻ പ്രാപിച്ച് ശക്തി ഇല്ലെങ്കിൽ പ്രാപിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഇതിനെയൊക്കെ അതിജീവിക്കുവാൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഇതാണ് അവർക്ക്. ഹല്ലേലൂയ they had 3 times ഹല്ലേലൂയ നമുക്ക് കാണാം. ഹല്ലേലൂയ ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളോടൊന്ന് പറഞ്ഞ് ഞാൻ ഹല്ലേലൂയ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പെന്തിക്കോസിന്റെ അനുഭവം പിന്നെയും വന്ന് 4-ാം അധ്യായത്തിനകത്ത് വളരെ ശക്തിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയാമോ? അവരുടെ ശുശ്രൂഷ മാറുകയാണ്. അന്തലെ ജൂതാ ജാര ഹത്തലെ ജൂതര ജാര ഹന്ത ജാര സത്തര ജീര ജാര ഹന്തല ജീര ജാര ജാര ഹത്തല ജീര ജാര. യേശുവിന്റെ നാമത്തില് ഈ ദിവസങ്ങളില് സഭയുടെ ശുശ്രൂഷ മാറട്ടെ. ഹല്ലേലൂയ അടുത്ത നിലയിലേക്ക് ഹല്ലേലൂയ ദൈവം ഉയർത്തുവാൻ ഈ ദിവസങ്ങളിലെ ഉപവാസം തീരുമാകട്ടെ. ഹല്ലേലൂയ ദീനങ്ങൾ ഇട്ടുനോക്കി ഹല്ലേലൂയ ക്യാൻസർ മറ്റേത് രോഗങ്ങള് പലവിധമായി ചിതറിക്കുവാൻ ചിഹ്നിക്കുവാന് സഭ ഇല്ലാതാക്കുവാന് നിന്നയാക്കുവാന് പലതും നോക്കി നാളുകള് എങ്കിലോ അതിനെ അതിജീവിച്ച ദൈവശക്തി ഹല്ലേലൂയ പിന്നെയും അതിനപ്പുറമായി ഹല്ലേലൂയ ഈ ദൈവശക്തി വന്നപ്പോ ഉണ്ടെന്നറിയാവോ? ഒന്ന് വായിച്ചേ 5:15 എന്തെല്ലാം സംഭവിച്ചെന്നും കൂടെ കാണിച്ചേ. ഞാൻ ഇവിടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. 5:15 ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 5:15. രോഗികളെ പുറത്തു കൊണ്ടുവന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴൽ എങ്കിലും അവരിൽ വല്ലവരുടെയും മേൽ വീഴേണ്ടതിന് വീഥികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും കിടത്തും. അതുകൂടാതെ യെരൂശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാർ വന്ന് രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെ കൊണ്ടുവരികയും അവർ എല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. ഇത് ഏറ്റവും അപ്ലൈബിൾ ആയിട്ടുള്ള സമയമാണ്. കാരണം ഇപ്പൊ ആരെയും തൊടാനൊക്കത്തില്ല, ഡിസ്റ്റൻസ് പാലിക്കേണ്ട സമയമാണ്. ആ സമയത്താണ് ഈ വിധ അഭിഷേകം ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. ഹല്ലേലൂയ തൊടുവൊന്നും വേണ്ട. ദൈവത്തിന്റെ അത്യന്ത ശക്തി നിന്റെ ജീവിതത്തിൽ നിന്റെ നിഴലിലെ ജീവിതങ്ങൾ വിടുവിക്കപ്പെടത്തക്കവണ്ണം ഹല്ലേലൂയ ഒരു ദൈവശക്തിയാണ് നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ അവരനുഭവിച്ചെങ്കിൽ ഇന്നും അത് അനുഭവിക്കുവാൻ ഈ ദിവസങ്ങൾ നമ്മൾ ഡെസ്പറേറ്റ് ആയിരിക്കണം കേട്ടോ. ഹല്ലേലൂയ ആമേൻ. ഈ ശക്തി വേണോന്നൊരു ഡെസ്പറേഷൻ വേണം. ഹല്ലേലൂയ എന്നോട് പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചത് ഹല്ലേലൂയ ഹന്നായിക്ക് ശമൂവേലിനെ കിട്ടണേ. ദൈവം ഹല്ലേലൂയ ഗർഭത്തെ അടച്ചു. 1 ശമൂവേൽ 1:8 എൽക്കന്ന ചോദിക്കുന്നുണ്ട്, എന്തിനാ ഹന്നെ
നീ ഇത്രമാത്രം കരയുന്നു? എന്തിനാ പട്ടിണി കിടക്കുന്നത്? ഞാൻ നിനക്ക് 10 പുത്രന്മാർക്ക് ഉത്തമനല്ലോ. എന്റെ ഭർത്താവ് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഹല്ലേലൂയ, ആമേൻ. എനിക്കറിയത്തില്ല ആ സമയത്ത് എനിക്ക് കുഞ്ഞുങ്ങളില്ലെങ്കിലോ, എന്റെ ഭർത്താവിന് കുഞ്ഞുങ്ങൾ വേണ്ട, പുള്ളിക്ക് കുഴപ്പമില്ലെങ്കിൽ ഹല്ലേലൂയ, പുള്ളി എന്നെ സ്നേഹിക്കുന്നുണ്ട്, എനിക്കെല്ലാം തരുന്നുണ്ട്, എന്നാ പിന്നെ ഞാൻ എന്തിനാ ഇത്രയേറെ കരയുന്നെന്ന് ഞാൻ ഓർത്തു പോയേക്കുമെന്ന് ഞാൻ ചിന്തിക്കാതിരുന്നില്ല. ഹല്ലേലൂയ. എന്നാലോ കാരണം എൽക്കന്നായിക്ക് പ്രശ്നമില്ല. കാരണം പെനീന വഴി 10 പിള്ളേരുണ്ട്. പക്ഷേ അതുകൊണ്ട് ഒരു ഗുണവുമില്ല. ഒറ്റ ഒരെണ്ണം പോലും ദേവാലയത്തിൽ വന്നില്ല. എൻ്റെ അമ്മയുടെ ഭാഷയത്തില് 10 ഉണ്ടായിട്ട് പോലും ഒറ്റ ഒരെണ്ണം ദേവാലയത്തിൽ എത്തിയില്ല. ഹന്നയ്ക്ക് അതല്ല. ഹല്ലേലൂയ. ഹന്നയുടെ ജീവിതത്തിൽ ദൈവം ഗർഭം അടച്ചത് മുഖാന്തരം അവർക്ക് കാണാൻ ഇടയായി. എന്താണ്? ഏലിയുടെ മക്കൾ ദൈവത്തെ സേവിക്കുന്നതല്ല, ദേവാലയത്തിൽ ഉള്ള ശുശ്രൂഷ ചെയ്യാൻ തക്കവണ്ണം ഒരു കുഞ്ഞുങ്ങളില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവിടെ പ്രാർത്ഥന മാറുന്നു. ഹല്ലേലൂയ. കർത്താവേ, എനിക്കൊരു ഹല്ലേലൂയ പുരുഷ പ്രജയെ തരണം, ഹല്ലേലൂയ, കുഞ്ഞിനെ തരണേ. ഹല്ലേലൂയ. ആമേൻ. ഐ വാണ്ട് എ സൺ. ഹല്ലേലൂയ. പർട്ടിക്കുലർ ആയിട്ട് പ്രാർത്ഥിച്ചത്. ആമേൻ. ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചത്. ഡെസ്പറേറ്റ്. ഹല്ലേലൂയ. ഹൗ മച്ച് ഡെസ്പറേറ്റ് യു ആർ. ഹല്ലേലൂയ. ആമേൻ. ഇത്രയേറെ പ്രാർത്ഥിക്കേണ്ട, ഇത്രയേറെ ഉപവസിക്കേണ്ട കാര്യമൊന്നുമില്ല. ആമേൻ. ഹല്ലേലൂയ. ആർ യു സോ ഡെസ്പറേറ്റ്? കർത്താവേ, ഈ ദിവസങ്ങളിൽ ഇന്ത്യ ഇങ്ങനെ ഹല്ലേലൂയ ഭരണാധികാരികള് ഇന്ത്യ ക്രിസ്ത്യാനികളെ മുടിപ്പിച്ച് ദൈവസഭയെ വളർത്ത ഹല്ലേലൂയ എതിരായി നിൽക്കുന്നത് കേട്ട് ഹല്ലേലൂയ മുന്നോട്ട് പോകുകയല്ല. മരണത്തിന്റെ ഹല്ലേലൂയ നമ്പർ കൂടിക്കൂടുകയല്ല. കർത്താവേ, ഇതിനകത്ത് ഹല്ലേലൂയ ദൈവശക്തി വ്യാപരിച്ചെടുത്തുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ ശക്തി ജാതികൾ കാണുമാറ്. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. ഒരു ഡെസ്പറേഷനിലോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുന്നു ഹല്ലേലൂയ നിഴലിങ്കൽ ഹല്ലേലൂയ വിടുതൽ പ്രാപിക്കുന്നു. ഹല്ലേലൂയ. പത്രോസ് ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പത്രോസ് വരുന്ന വഴി നോക്കി ആൾക്കാര് ഹല്ലേലൂയ അടുത്ത് വരികയാണ്. യേശു ചെയ്തതുപോലെ ഹല്ലേലൂയ അതിലും അധികം ചെയ്യുമെന്നാ പറഞ്ഞത്. ഹല്ലേലൂയ. യേശു തൊട്ടവരും അടുത്ത് വന്നവരുവാ. പക്ഷെ ഇവിടെ പത്രോസ് ഹല്ലേലൂയ പുനരുത്ഥാനത്തിന്റെ ശക്തി നിനക്ക് ഒതുക്കാനൊക്കുന്നതല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് പറഞ്ഞോണ്ട് പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിക്കുന്നു. ഇസക്കേലിന്റെ പുസ്തകത്തിനകത്ത് 47 ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഈ വെള്ളം ഒഴുകി വരുന്നുണ്ട്. എവിടെ കൂടെ ഒഴുകി വരുന്നെന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. 47 1 വാക്യം ഒന്ന് വായിച്ചേ. 47 1. ഇസക്കേൽ 47 1. അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തെങ്കിൽ മടക്കിക്കൊണ്ട് വന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിന്റെ മുഖം കിഴക്കോട്ടല്ലോ. ആ വെള്ളം ആലയത്തിന്റെ വലത്തുഭാഗത്ത് കീഴെ നിന്ന് യാഗപീഠത്തിന് തെക്കുവശത്തായി ഒഴുകി. അവൻ ഹല്ലേലൂയ. മതി. ഹല്ലേലൂയ. ദൈവസന്നിധാനത്തിൽ നിന്ന് ഒരു ജീവനദി പോകുന്നുണ്ട് കേട്ടോ. എവിടോട്ടാ ഒഴുകി ചെല്ലുന്നത്? യാഗപീഠത്തിന്റെ അടുത്താണ്. ഹല്ലേലൂയ. ദൈവസന്നിധാനത്തിൽ ഹല്ലേലൂയ ദൈവസന്നിധാനത്തിൽ കർപ്പിക്കുന്ന യാഗപീഠത്തിന്റെ അടുത്തൂടെ ഒഴുകുന്നതാണ് ഹല്ലേലൂയ ജീവജലം. ഹല്ലേലൂയ. ഈ ജലത്തിനകത്ത് ദൈവം തന്നെ കൊണ്ടുപോകുന്നുണ്ട് ഇസക്കേലിനെ. മുട്ടോളം അല്ല, അരയോളം അല്ല, നീന്തിയിട്ടല്ലാതെ. ഹല്ലേലൂയ എന്ന് പറയുന്ന തല മാത്രമേ ഉള്ളൂ വെളിയില്. അല്ല, ജഡം മുഴുവനും അങ്ങനെ കുതിർത്തിട്ട. പിന്നെന്താണ് അടുത്ത വാക്യത്തിലുണ്ട്, സമയമെല്ലാം കടന്നുപോയോണ്ട് എന്താണ്, ദൈവം നദിന്ന് അങ്ങോട്ട് തിരിച്ച് കരയെ കൊണ്ട് പിന്നെയും വരുന്നുണ്ട്. ഇനി നീ നദിക്കകത്ത് നീന്തിട്ടല്ലാതെ കടക്കാൻ പോകുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നിന്നെ കരയെ കൊണ്ടുവരും. ഇനിയിപ്പോ നദി എവിടാണ്? നീ നദിക്കകത്തല്ല, നദി നിന്റെ ഉള്ളിനകത്തൂടാണ്. ദൈവം നിന്നെ നദിക്കകത്തൂടെ ഒഴുക്കിയിട്ട് നീന്തിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്തൊരു പ്രവാഹം തന്നിട്ട് ഹല്ലേലൂയ നിന്നെ അതിനകത്തൂടെ വെളിയിലിറക്കും. എന്തിനാന്നറിയാവോ? ഈ നദി പിന്നെ നിന്റെ അകത്തൂടാണ്. നീ ചെല്ലുന്നിടത്തൊക്കെയും ചത്ത മത്സ്യങ്ങൾ ജീവിക്കുമാറ്. ഹല്ലേലൂയ. അന്തരെ ജാരക സംതരച്ചാരക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരു അനുഭവങ്ങളിലേക്ക് ഹല്ലേലൂയ ആ തിരിച്ചു വരുമ്പോ വൃക്ഷങ്ങൾ കാണുന്നു, അവിടെ ഫലങ്ങൾ ഉണ്ടാകുന്നത്. അല്ലല്ലോ, ഔഷധം നൽകുന്ന ഫലങ്ങളാ. ഹല്ലേലൂയ. ഈ നദി നിന്റെ ഉള്ളിനകത്തൂടെ ഒഴുകാൻ തുടങ്ങുമ്പോൾ ദാഹിക്കുന്ന ഏവനും എന്റെ അടുത്ത് വരുവില്ല, അവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്ന പോലെ ജീവജലം ഒഴുകും, 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 ഒഴുകും.
ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഇരിക്കുന്ന ഈ സമയങ്ങളിൽ ആമേൻ നീന്തിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത വെള്ളം ഒഴുകിയിട്ട് നിന്റെ ഉള്ളിൽ നിന്ന് ഒഴുകുവാൻ കാരണം എന്താണ്? നിഴലിൽ ജീവിതങ്ങൾ വിടുവിക്കപ്പെടുവാൻ. പിന്നെന്താണെന്നറിയാവോ? 5:19 നോക്കുവാണെങ്കിൽ ഒന്ന് വേഗം വായിക്കാമോ? 5:19 അപ്പോസ്തലപ്രവൃത്തി 5:19. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗൃഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. പിന്നെ അത് വായിച്ചാൽ മതി. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? ഈ ദൈവശക്തി വരുമ്പോ പിന്നെ ഏഞ്ചലിക് ഹല്ലേലൂയ നിനക്ക് വേണ്ടി ദൂതന്മാരാണ് പിന്നെ ഓരോന്ന് ഇറക്കി വിടുന്നത്. ഹല്ലേലൂയ. ശത്രു കയറ്റി അടയ്ക്കുമ്പോൾ ഹല്ലേലൂയ ഈ ശക്തി വന്നു കഴിയുമ്പോ ഉണ്ടല്ലോ, കാരാഗ്രഹത്തിന് ഭാഗത്ത് പോലും ഒരുത്തർക്ക് നിന്നെ അടച്ചു നിർത്താൻ ഒക്കത്തില്ല. ഹല്ലേലൂയ. ദൂതൻ വന്ന് നിന്നെ ഇറക്കി വിടും. ഏഞ്ചലിക് ആക്ടിവിറ്റീസ് നടക്കും. ഹല്ലേലൂയ. പിന്നെ ഒന്ന് വായിച്ചേ 6:10. 6:10. എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ഈ ദൈവശക്തി വരുമ്പോൾ സ്തെഫാനോസിനെ ആർക്കും ആ പരിജ്ഞാനത്തോടും മേശയുടെ ചുറ്റും വിളമ്പാൻ നിർത്തിയവനാ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി, അത്യന്ത ശക്തി വന്നപ്പോൾ അവനെ എതിർക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അടുത്തത് ഈ ദൈവശക്തിക്കാണ് കാത്തിരിക്കേണ്ടത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഉപവാസം കഴിയുന്നതിന് മുമ്പ് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അവർക്ക് വന്ന വ്യത്യാസങ്ങളാ പറയുന്നത്. അത് നമുക്കും ഇന്നും അവൈലബിൾ ആണ്. ഹല്ലേലൂയ. അടുത്തത് 7:55-56. പ്രവൃത്തി 7:55. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. പരിശുദ്ധാത്മാവ് നിറഞ്ഞ അത്യന്ത ശക്തിയുള്ളവനുണ്ടല്ലോ, പല്ല് കടിച്ച് കല്ലെറിയുമ്പോഴും എങ്ങോട്ടാ? ഉയരത്തിലോട്ട് നോക്കാൻ കഴിയും. ഹല്ലേലൂയ. ഈ അത്യന്ത ശക്തി ജഡത്താലുള്ള ഹല്ലേലൂയ ആമേൻ റിയാക്ഷൻ അല്ല. ഹല്ലേലൂയ. പിന്നെ നിന്റെ ആരൊക്കെ എന്താ പറഞ്ഞാലും ഉയരത്തിലോട്ട് നോക്കൂ. പിന്നെ അന്നേരം എന്താ നോക്കുമ്പോ ഒക്കെ എന്താണ്? സ്വർഗം നിനക്ക് വേണ്ടി തുറക്കപ്പെടും. നീ ഹല്ലേലൂയ ഇതുവരെയും ഇല്ലാത്ത കാഴ്ചകൾ കാണും. കല്ലെറിയുന്നതിന്റെ നടുവിലും ഹല്ലേലൂയ സ്തെഫാനോസ് കാണുകയാണ്. അവന്റെ മുഖം നൂതനെ പോലെ ആയിത്തീരുകയാണ്. ഈ അത്യന്ത ശക്തി വന്നു കഴിയുമ്പോൾ മാനുഷികമല്ല ഇത് കേട്ടോ. കല്ലെറിയുമ്പോൾ ഹല്ലേലൂയ സ്വർഗത്തോട് നോക്കാനും ആത്മാവിൽ നിറയണമെങ്കിൽ ഈ അത്യന്ത ശക്തിക്ക് ഉയരത്തിലെ ശക്തി വന്നാലേ അതൊക്കെ കഴിയത്തുള്ളൂ. അതാണ് ഈ അന്ത്യകാലത്ത് ആവശ്യമായിരിക്കുന്നത്. ഹല്ലേലൂയ. 7:58 ഒന്ന് വായിച്ചേ. 7:58. അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്ന് പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു. അത് മാത്രമല്ല നിന്റെ മരണവും ഹല്ലേലൂയ ആമേൻ ഒരു സാക്ഷിയായി തീരും. ദൂതനെ പോലെ ഉറങ്ങിയ പോലെ ഹല്ലേലൂയ. ഓ കർത്താവിനെ പോലുള്ള ഒരു മരണം. ഹല്ലേലൂയ. യേശു മരിച്ചതുപോലെ അവന്റെ ആത്മാവ് വസിക്കുന്ന ഒരു സ്തെഫാനോസും അവന്റെ അവസ്ഥാനം ക്രിസ്തുവിനെ പോലെ മരിക്കുവാൻ അവന് കഴിഞ്ഞു. അതുപോലുള്ള സാക്ഷ്യം പ്രാപിക്കുവാൻ കഴിഞ്ഞു. അതുകൊണ്ടത്രേ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ പല മരണങ്ങളും പലതും സംഭവിക്കുമ്പോൾ ആമേൻ നമ്മുടെ മരണം ഹല്ലേലൂയ ആമേൻ എപ്പോൾ മരിച്ചാലും അത് ഹല്ലേലൂയ ചില ആത്മാക്കളെ ഉളവാക്കുന്നതായി തീരട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ആമേൻ ഹല്ലേലൂയ. മരണത്തിലായിരിക്കണം ഏറ്റവും കൂടുതൽ ഹല്ലേലൂയ ആമേൻ ആത്മാക്കളെ നേടുന്നതായി തീരുവാൻ. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഹല്ലേലൂയ കൊർന്നല്യോസ് ഈ ശക്തി പത്രോസ് ഹല്ലേലൂയ ദൈവം അവർ ജാതികളിലേക്ക് പോകുകയാണ്. 17-ാം അധ്യായത്തിൽ വരുമ്പോൾ 17:6 ഇവരെ കുറിച്ച് പറയുന്നത് എന്താണ്? ഭൂമിയെ കീഴ്മഴലായി മറിച്ചവർ. ഹല്ലേലൂയ ഇവിടെ എത്തിയിട്ടുണ്ട്. നീ വരുമ്പോൾ ലോകം പറയുന്നത് എന്താണെന്ന് അറിയാവോ? The people who hallelujah turn the world
upside down. അല്ലല്ലേ, ശമരിയല്ല, യഹൂദയല്ല, യെരൂശലേമല്ല, ലോകത്തെ കീഴ്മഴയായി മറിച്ചവർ. ഓ ഗ്ലോബൽ ഗ്ലോബൽ ഗ്ലോബൽ. ആമേൻ. ബാംഗ്ലൂർ മാത്രം നിൽക്കുന്നതല്ല ഈ ദൈവശക്തി. ഭൂലോകമെങ്ങും പോയി സാക്ഷിയാകത്തക്കവണ്ണം വ്യാപരിക്കുന്ന ഒരു ദൈവ അത്യന്ത ശക്തി എത്ര ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഏമോസി പറഞ്ഞിരിക്കുന്നത്. അവസാനം അന്ത്യകാലം എങ്ങനെയാണെന്നൂടെ വായിച്ച് ഞാൻ ഹല്ലേലൂയ വാക്കുകളെ ചുരുക്കുകയാണ്. ഏമോസിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 13. ഹല്ലേലൂയ. ഇതെല്ലാം പറഞ്ഞതിന്റെ കാരണം ഇതിനായി ഈ ദിവസങ്ങൾ കർത്താവ് ദൈവത്തിന്റെ ആത്മാവ് ഈ വർഷത്തെ ഹല്ലേലൂയ ഹവാസം അല്ല അത്യന്ത ശക്തി അല്ല അനുഭവിക്കത്തക്കവണ്ണമായി തീർന്നു കഴിയുമ്പോൾ എന്താണെന്നറിയാമോ? അനുഭവം എങ്ങനായിരിക്കുമെന്ന് ഏമോസ് പറഞ്ഞിട്ടുണ്ട്. 9:13 വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 9:13. ഉഴുന്നവൻ കൊയ്യുന്നവനെയും മുന്തിരിപ്പഴം ചവിട്ടുന്നവൻ വിതയ്ക്കുന്നവനെയും തുടർന്നെത്തുകയും പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴുകുകയും എല്ലാ കുന്നുകളും ഉരുകിപ്പോവുകയും ചെയ്യുന്ന നാളുകൾ വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ അത്യന്ത ശക്തി വന്നു കഴിയുമ്പോണ്ടല്ലോ വിതച്ചുകൊണ്ടിരിക്കുന്നവൻ ഹല്ലേലൂയ ആമേൻ. കൊയ്ത് കഴിയുന്നവൻ ഹല്ലേലൂയ കൊയ്ത് തീർക്കാൻ പറ്റില്ല, അപ്പോഴത്തേക്ക് വിതയ്ക്കാനുള്ള സമയമാവും. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ഫോമർ റെയിൻ ആൻഡ് ലാറ്റർ, പിന്മഴയും മുൻമഴയും എല്ലാം കൂടെ ഒരുമിച്ച് വരും. ഹല്ലേലൂയ. പിന്നെ ഹല്ലേലൂയ ഹല്ലേലൂയ ആത്മാൾ പെരുത്ത മീൻകൂട്ടം ഉദലജാരക സന്തല ജൂതാജാര ഹത്താജാരക അതാ ഹല്ലേലൂയ നിവർത്തിയാവും. എന്റെ പിന്നാലെ വരിക, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പത്രോസിനോട് പറഞ്ഞെങ്കിലും ഹല്ലേലൂയ ഉദാജാരക സന്തരക്ഷസ 3.5 വർഷക്കാലം യേശുവിനൂടെ നടന്നിട്ട് അവന് കഴിഞ്ഞില്ല, അത് നടന്നില്ല, ഒരാത്മാക്കിനെ പോലും കിട്ട. എന്നാലോ ഈ അത്യന്ത ശക്തി വന്നപ്പോൾ ഉദാജാരക ഒരു പ്രസംഗത്തിലാണ് ദൈവത്തിന്റെ ആത്മാവ് വന്ന് 3000 പേര് രക്ഷിക്കപ്പെട്ടെങ്കില് ഇന്നും ആ അത്യന്ത ശക്തി ആമേൻ ഹല്ലേലൂയ നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഭാരതം ഒരു ക്രിസ്തു ദേശമായി മാറുവാൻ, ബാംഗ്ലൂരിലെ പട്ടണം ആ വിചാര ശക്തികൾ ഇല്ലാതാക്കുവാൻ, ശത്രുവിനെ നീക്കം ചെയ്യുവാൻ, ആമേൻ ദൈവരാജ്യത്തിനെതിരെ നിൽക്കുന്ന എല്ലാ ദുഷ്ടന്റെ തന്ത്രങ്ങളും മാറുവാൻ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയും അവന്റെ ശക്തിയെയും ധരിച്ചുകൊണ്ട് അവന്റെ രാജ്യം ഹല്ലേലൂയ അവന്റെ വരവിന് വേണ്ടി നമ്മുടെ ഹല്ലേലൂയ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും സുവിശേഷ വേലയ്ക്കും വേണ്ടി ദൈവജനത്തെ അഭിഷേകം ചെയ്യുവാൻ ദൈവം കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയമെന്ന് അറിഞ്ഞുകൊണ്ട് ആ ശക്തിക്ക് വേണ്ടി നമുക്ക് ഹല്ലേലൂയ എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ദ ലോർഡ്. ആ ശക്തി ഹല്ലേലൂയ ധരിക്കുവോളം നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധാനത്തിൽ ഇരുന്ന് പ്രാപിച്ച് ഹല്ലേലൂയ കർത്താവിന് വേണ്ടി വലുത് ചെയ്യാം. അങ്ങനെ ഒരു കാലങ്ങൾ മുന്നിലുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഈ കാലങ്ങള് ബാധകളും രോഗങ്ങളും കഷ്ടങ്ങളും ദുഃഖങ്ങളും നെടുവീർപ്പും വേർപാടിന്റെ സമയങ്ങള് ഹല്ലേലൂയ ദൈവരാജ്യത്തിന്റെ മുതൽക്കൂടായി തീരുവാൻ നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും അതിന് കാരണമായി തീരുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു.